നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശക. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴ് ലാൽ സാറ് പറഞ്ഞതുപോലെ ബിഗിനേഴ്സിന് പറ്റിയൊരു കോഴ്സ് അല്ല ഇത്. തുടങ്ങുന്നവർക്ക് പറ്റിയൊരു കോഴ്സ് ഇതല്ല. അത് കാരണം ഇതിനൊരു ബേസിക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വാസ്തുപരമായിട്ട് നമ്മളൊരു എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ രണ്ട് വിധത്തിൽ. ഒന്നുകിൽ പുതിയൊരു വീട് വയ്ക്കാനായിട്ട് ഒരു പ്ലോട്ടിൽ പോയി ആ പ്ലോട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അവിടെ പുതിയ വീട് വയ്ക്കുന്നതിനുള്ള വേണ്ട കാര്യങ്ങൾ എന്താ അതായത് പുതിയ വീട് ഒരു പുതിയ പ്ലോട്ട് പോയി നോക്കി അവിടെ പുതിയ വീട് വെച്ച് ആ വീടിൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് പറഞ്ഞാൽ, വീട് വയ്ക്കുന്ന തുടക്കം എന്ന് പറഞ്ഞാൽ ഗ്രഹ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിയടിക്കുകയാണ്. കുറ്റിയടി, അത് കഴിഞ്ഞ് ശിലാസ്ഥാപനം, അത് കഴിഞ്ഞിട്ട് കട്ടളവയ്പ്പ്, അത് കഴിഞ്ഞ് ഗൃഹപ്രവേശനം. ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞ് അവർ അവിടെ താമസമാകുന്നു. അതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ചെയ്യണം. അത് ഒരു പുതിയ വീട് വയ്ക്കുന്നതിനാണ്. അല്ലാതെ ഒരു എക്സിസ്റ്റിംഗ് ഹൗസ്, ഇപ്പോൾ നിലവിലുള്ള ഒരു വീട് തന്നെ അവിടെ എന്തെങ്കിലും അവർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കണം. ആ വീട് നോക്കിയിട്ട് അതിനെന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ എന്ന് പരിശോധിച്ച്, വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം, ഈ കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കണം. അതാണ് രണ്ട്. ഒന്ന് പുതിയ വീട് വയ്ക്കുന്നതിനുള്ള കാര്യങ്ങളും, രണ്ട് ഇപ്പോൾ നിലവിലുള്ള വീട്ടിൽ, അതായത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് ദൂരീകരിക്കുക. ഈ 2 വിധത്തിലാണ് ഇതുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്ന അതാതെന്ന് പറയാം. ഇപ്പം തിയറി ക്ലാസ്സും ഉണ്ട്, അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്. നമ്മൾ ഇപ്പം ഇവിടെ ഡിപ്ലോമ കോഴ്സ് 3 തരത്തിലുള്ള ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല ഇപ്പം കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്ന വാസ്തുവിൽ 3 ടൈപ്പ് കോഴ്സുകളാണുള്ളത്. ഒന്ന് അതിൻ്റെ ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സ്, വാസ്തുശാസ്ത്ര ഡിപ്ലോമ കോഴ്സാണ്. രണ്ടാമത് അതിൻ്റെ അഡ്വാൻസ് കോഴ്സ് എന്ന് പറയുന്നതാണ് വാസ്തു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. അത് അഡ്വാൻസ് കോഴ്സാണ്. അതും കഴിഞ്ഞിട്ട് വരുന്നൊരു കുറച്ചുകൂടെ ആ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ബേസിക് ലെവലിലെങ്കിലും കഴിഞ്ഞാൽ ഈ കോഴ്സിൽ വന്നിട്ട്, അതായത് ഈ വാസ്തു ആചാര്യ കോഴ്സിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പ്രയാസമായിരിക്കും. ആ വാസ്തു ആചാര്യ കോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 3rd ലെവൽ എന്ന് പറയാം. ഫസ്റ്റ് ലെവൽ ഡിപ്ലോമ, 2nd ലെവൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, 3rd ലെവലാണ് വാസ്തു ആചാര്യ. ഈ വാസ്തു ആചാര്യയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചുരുക്കി പറയാം. അത് ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഇതിന് തിയറി ക്ലാസ്സും ഉണ്ട്, അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്. തിയറി ക്ലാസ് കുറച്ച് കുറവാണ്. നമ്മൾ മറ്റുള്ള ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൽ തിയറി ക്ലാസ് കുറവാണ്. അതിലൊക്കെ നമ്മൾ ആഴ്ചതോറും ഒരു ക്ലാസ് ഉണ്ട്, എവരി വീക്ക്. ഇതിലാണെങ്കിൽ വൺസ് ഇൻ എ മന്തേ ഉള്ളൂ, ഒരു മാസത്തിലൊരു തിയറി ക്ലാസ്സേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം കൂടുതൽ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഈ മന്ത്ലി 1 ഓൺലൈൻ ക്ലാസ്സാണ്. ആ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്, അത് വെറുതെ നമ്മൾ മറ്റു കോഴ്സ് ഡിപ്ലോമ കോഴ്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും പഠിച്ചതുപോലെ തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ മാത്രമല്ല, ഒരു സ്ഥലം പോയി നോക്കുന്നു. ഒരു വീട് വയ്ക്കാനായിട്ട് ഒരു പാർട്ടിക്ക് ഒരു സ്ഥലം വീട് വയ്ക്കാൻ കൊള്ളാമോ, അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കാനുള്ള വാസ്തുപ്രകാരം വീട് വയ്ക്കുന്നതിനുള്ള നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനൊക്കെ റെഡിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഈ തിയറി ക്ലാസ്, വൺസ് ഇൻ എ മന്ത് തിയറി ക്ലാസ് നമ്മൾ വിശദീകരിക്കുക. ഇപ്പം പോകുന്ന അവിടുത്തെ മെഷർമെൻറ്റ്, ഒരു പ്ലോട്ടിൻ്റെ മെഷർമെൻറ്റ് മുതൽ ആ പ്ലോട്ടിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ആ നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ നോക്കാം, അതെങ്ങനെ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ നമുക്ക്
എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇല്ലാതാക്കണം. നെഗറ്റിവിറ്റിയെ നമ്മൾ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി വെച്ച് ന്യൂട്രലൈസ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതലായിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഈ പിന്നെ വാസ്തു ആചാര്യ കോഴ്സിൽ. അത് പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു വീട് പുതിയതായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഡിപ്ലോമ കോഴ്സിലും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതായത് പരമാവധി നീളം, പരമാവധി വീതി കണ്ടുപിടിക്കാൻ ഒരു ഫോമുലയൊക്കെ നമ്മൾ പഠിച്ചു. ആ ഫോമുല അപ്ലൈ ചെയ്ത് ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ഒരു പ്ലോട്ടിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഇത്ര നീളവും വീതി, അതിന്റെ ഡയറക്ഷൻ ഫേസിങ് ഈസ്റ്റ് ആണോ, ഫേസിങ് നോർത്ത് ആണോ, അതോ ഫേസിങ് നോർത്ത് ഈസ്റ്റ് ആണോ, അതായത് വിധിക്ക് വീടുകളുമുണ്ട്, ദിക്കിലേക്ക് ഫേസ് ചെയ്യുന്ന വീടുമുണ്ട്. ദിക്കിലേക്ക് ഫേസ് ചെയ്യുന്ന വീടെന്ന് പറഞ്ഞാൽ കിഴക്കോട്ടോ, തെക്കോട്ടോ, വടക്കോട്ടോ, പടിഞ്ഞാറോട്ടോ, ഈ 4 ദിശകളിലോട്ട് കറക്റ്റായിട്ട് ഫേസ് ചെയ്യുന്ന വീടാണ് ദിക്കിലേക്ക് ഫേസ് ചെയ്യുന്ന വീട്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ചരിവുണ്ടെങ്കിൽ, പ്ലോട്ടിന് ദിക്കിൽ നിന്നും ചരിവുണ്ടെങ്കിൽ എത്ര ഡിഗ്രിയാണ് ആ ചരിവ് നമുക്ക് കോമ്പസ് ഉപയോഗിച്ച്, മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ 25 ഡിഗ്രി ചരിവ്, ആ ചരിവ് എവിടുന്ന് എങ്ങോട്ടാണ്, അത് നമ്മൾ ഇപ്പം 20 ഡിഗ്രി ചരിവ് റൈറ്റിലോട്ടും വരാം, അല്ലെങ്കിൽ 20 ഡിഗ്രി ചരിവ് ലെഫ്റ്റിലോട്ടും വരാം. അപ്പൊ ആ ചരിവ് എങ്ങനെയാണ്, ചരിവ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതെല്ലാം ഈ നമ്മുടെ ആചാര്യ കോഴ്സിൽ കൂടുതലായിട്ട് വരും. അങ്ങനെ ചരിവുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നമ്മളൊരു വീട് വയ്ക്കാനായിട്ട് അപ്പോൾ ഈ നമ്മൾ പഠിച്ച ഫോമുലാസ് ഉണ്ട്. പരമാവധി നീളവും വീതിയും കാണുക, ഉത്തമമായ നീളവും വീതിയും കാണുക, പരമാവധി നീളവും വീതി, ഉത്തമമായ നീളവും വീതി എല്ലാം കണ്ടിട്ട് ഇത് ഓരോന്നും എന്തിനാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഉത്തമമായ നീളവും വീതിയും അതുപോലെ പരമാവധി നീളവും വീതിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വീടിന് സ്ഥാനം കാണണം. ആ സ്ഥാനം കാണണമെങ്കിൽ ആ പ്ലോട്ടിന്റെ ഡയമെൻഷൻ അറിയണം. ആ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ വീട് വയ്ക്കാൻ പോകുന്ന പ്ലോട്ടിന്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ ആ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് അതിൽ പ്രോസസ്സ് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നില്ല, ഇപ്പം പറഞ്ഞ നോക്കിയിട്ടില്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലോട്ടിന്റെ ഡയമെൻഷൻ കിട്ടി, അവിടെ ഒരു വീട് വയ്ക്കണം. ആ വീട് ഏത് ദിശയിലേക്ക് ഡയറക്റ്റ്, അതായത് കിഴക്കോട്ട് ഫേസ് ചെയ്യണോ, വടക്കോട്ടാണോ, തെക്കോട്ടോ, അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ്, അതല്ല ചിലപ്പോൾ ചരിഞ്ഞും ചില കേസുകളിൽ ഏറ്റവും നല്ലത് നമുക്ക് കറക്റ്റ് ദിശയിലേക്കാണെങ്കിലും ദിശയിലേക്ക് വയ്ക്കാൻ പറ്റാതെ വരും. ചില കേസുകൾ കറക്റ്റ് ദിശയിലേക്ക് വീട് വയ്ക്കാൻ സാധിക്കാതെ 10 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി ചരിഞ്ഞു വരേണ്ടി വരും. ഈ ചരിവിൽ തന്നെ ബേസിക്, അതായത് ഡിപ്ലോമ കോഴ്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ചരിവ് എത്ര, അതായത് 11.5 ഡിഗ്രി വരെയുള്ള ചരിവ് നമുക്ക് അലൗഡാണ്. 0 to 11.5 ഡിഗ്രീസ്. 11.5 ഡിഗ്രിയോ അതിൽ കുറവോ ആണ് ചരിവ് വരുന്നെങ്കിൽ അത് ചരിവില്ല എന്ന് വിചാരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഒരു 5 ഡിഗ്രി ചരിവേ ഉള്ളൂ, അല്ലെങ്കിൽ 10 ഡിഗ്രി ചരിവേ ഉള്ളൂ ഒരു പ്ലോട്ടിന് ദിശയിൽ നിന്ന്. 10 ഡിഗ്രി ചരിവാണെങ്കിൽ നമുക്ക് ആ പ്ലോട്ടിന് ചരിവില്ല എന്ന് അസ്യൂം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അപ് ടു 11.5 ഡിഗ്രീസ് കൺസിഡേർഡ് ആസ് നോ ഡീവിയേഷൻ ഇല്ല എന്നുള്ള ഇതിലാണ് 11.5 ഡിഗ്രി വരെ. ഇനി 11.5 ഡിഗ്രി മുതൽ 11.5 to 23 ഡിഗ്രീസ്, 11.5 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ ഉള്ളത് നിസ്സാര ദോഷം എന്ന് പറയും. ദോഷങ്ങൾ 3 വിധത്തിലാണ്: നിസ്സാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം. അതിൽ 11.5 വരെ 0 to 11.5 പറഞ്ഞ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞത് 0 to 11.5 നിസ്സാര ദോഷമാണ്, ദോഷം ഇല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 11.5 മുതൽ 23 ഡിഗ്രി വരെ 11.5 to 23 ഡിഗ്രീസ് സാമാന്യ ദോഷമാണ്. അത് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ദോഷമാണ്. ആ ദിശാദോഷം സാമാന്യ ദോഷമാണ്. 23 ഡിഗ്രി കൂടുതലാണ് ചരിവൊക്കെ. ഇപ്പം 30 ഡിഗ്രി ചരിവ് വരാം, 35, 40 ഡിഗ്രിയൊക്കെ ചരിവ് വരാം ചില പ്ലോട്ട്. അപ്പം അങ്ങനെ 40 ഡിഗ്രിയൊക്കെ ചരിവാണെങ്കിൽ 23 ഡിഗ്രി കൂടുതൽ വരികയാണെങ്കിൽ അത് മഹാദോഷമാണ്. അങ്ങനെ 3 തരത്തിലുള്ള ദിശാദോഷങ്ങളുണ്ട്: നിസ്സാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം. അപ്പോൾ അത് നമുക്ക് കോമ്പസ് വെച്ച് നോക്കി ഇത് ഒരു പ്ലോട്ടിൽ ചെല്ലുമ്പോൾ ആ പ്ലോട്ടിന് ദിശാദോഷം ഉണ്ടെങ്കിൽ എത്ര ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ചരിവ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ വീടിന് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം വീട് എപ്പോഴും കറക്റ്റ് ദിശയിലേക്ക് ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെ നല്ലതാണെങ്കിൽ ചില പ്ലോട്ടിൽ കറക്റ്റ് ദിശയിലേക്ക് നമുക്ക് വീട് വയ്ക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുറിയേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ കറക്റ്റ് ദിശയിലേക്ക് നമ്മളൊരു ബിഗസ്റ്റ് റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കുമ്പോൾ തീരെ ചെറുതാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു വീട് വെക്കാനുള്ള സ്ഥലം കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ വീട് വളരെ ചെറുതായി പോവും, അതല്ലെങ്കിൽ ദിശയിൽ നിന്നും ഒന്നുകിൽ സാമാന്യ ദോഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ മഹാദോഷം വരെ, അത് 23 ഡിഗ്രിയിൽ കൂടുതൽ ചരിവിലും ചിലപ്പോൾ വീട് വെക്കേണ്ടി വരും. അങ്ങനെ അല്ലാതെ വെക്കാം, അല്ലെങ്കിൽ അവിടെ വീട് വെക്കാൻ പോയില്ല. ഒരു പ്ലോട്ടിൽ വാസ്തു നിബന്ധനകൾ അനുസരിച്ച് വീട് വെക്കണമെങ്കിൽ ചിലപ്പോൾ 23 ഡിഗ്രി ചരിച്ച് വെക്കണം, അല്ലെങ്കിൽ വീട് വെക്കാതിരിക്കണം. അപ്പൊ വീട് വെക്കാതിരിക്കാൻ വേറെ ആ പ്ലോട്ട് വെക്കാൻ പറ്റില്ല. ആ പ്ലോട്ട് മാറ്റിയിട്ട് വേറെ പ്ലോട്ടിൽ ഡീവിയേഷൻ ഇല്ലാത്ത, ദിശാദോഷം ഇല്ലാത്ത ഒരു പ്ലോട്ടിൽ പോയി വീട് വയ്ക്കുക. അത് പോസിബിൾ ആണ്. പക്ഷെ എല്ലായ്പ്പോഴും അവർ വളരെ പ്രയാസപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഒരു പ്ലോട്ട്, ഇന്നത്തെ
വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പ്ലോട്ടുകളുണ്ട്, എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള സ്ഥലം കിടപ്പുണ്ട്. ഇപ്പോൾ അതല്ല. പ്രത്യേകിച്ചും സിറ്റി ലിമിറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥലം കിട്ടാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും വാസ്തു നിബന്ധനകൾ അനുസരിച്ചുള്ള സ്ഥലം കിട്ടാൻ, കറക്റ്റ് ദിശയിലേക്കൊക്കെ ഉള്ള സ്ഥലം കിട്ടാൻ കൂടുതൽ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പൊ അത് എങ്ങനെയാണ് ഇപ്പൊ ദിശാദോഷമുള്ള വീട്ടിൽ തന്നെ ഒരു വീട് വയ്ക്കുന്നു, എങ്ങനെയാണ് അത് വയ്ക്കേണ്ടത്? ഇഷ്ടം പോലെ നമുക്ക് വെക്കാൻ ഒക്കില്ല, അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ അനുസരിച്ച് വേണം നമ്മൾ വയ്ക്കുക. അതുമൊക്കെ നമുക്ക് ഈ കോഴ്സിൽ നമുക്ക് അങ്ങനെ ചരിച്ച് വീട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ ആക്ച്വൽ അതെല്ലാം വെറുതെ പഠിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസോ മനസ്സിലാക്കുകയല്ല. ആക്ച്വൽ നമ്മൾ എവിടെ ഓരോ പ്ലോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരു ക്ലയന്റിന് വേണ്ടി ചെയ്യുന്ന അതേ പ്രോബ്ലമാണ് ഇവിടെ കാണിക്കും. പ്രത്യേകിച്ച് തിയറി ക്ലാസ് നമ്മൾ 1 ക്ലാസ്സിൽ കാണിച്ചിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യുന്നു. ചിലതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ ഡിപ്ലോമ കോഴ്സിലും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും ഒക്കെ പഠിച്ചതുപോലെ കറക്റ്റ് ദിശയിലേക്കുള്ള ഇതായിരിക്കും. നിസാര ദോഷമായിരിക്കും, ദിശാദോഷം നിസാര ദോഷമായിരിക്കും. കറക്റ്റായിട്ടുള്ള ഒന്നെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്ലോട്ട് കിട്ടും. ചിലടത്ത് അതും ഇല്ലെന്ന് വരും. റെക്ടാങ്കുലർ അല്ലെങ്കിൽ പ്ലോട്ട് കറക്റ്റ് മറ്റ് വാസ്തു നിബന്ധനകളെല്ലാം അനുസരിച്ച് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് വളരെ ഈസിയാണ്. അവിടെ നമുക്ക് ഫോമുലയൊക്കെ അപ്ലൈ ചെയ്ത് ആ ഫോമുല തന്നെ, ഞാൻ പെട്ടെന്ന് ഫോമുല പറഞ്ഞാൽ അത് ഇതുവരെ കേട്ടില്ലാത്തവർക്ക് അറിയാതായിരിക്കും. അതായത് ജസ്റ്റ് ഒരു മെയിൻ ഫോമുല വാസ്തുശാസ്ത്രത്തിലുണ്ട്. പല കാര്യങ്ങൾക്കും ആ ഫോമുല ഉപയോഗിക്കും, പല കാര്യങ്ങൾക്കും. അത് ചില വ്യത്യാസങ്ങളിലൊക്കെ ആയിരിക്കും. ഒരു കാര്യത്തിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കില്ല ആ സെയിം ഫോമുല വേറൊരു കാര്യത്തിന് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ചില വ്യത്യാസങ്ങളോടുകൂടി ഇതേ ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ അപ്ലൈ ചെയ്യുന്ന ആ ഫോമുല എന്ന് പറഞ്ഞാൽ L മൈനസ് L ഇൻറ്റു 2/9 മൈനസ് L ബൈ 9 ഇൻറ്റു 12 മൈനസ് 2 ഇൻറ്റു G. അത് നേരത്തെ അറിയാവുന്നവർക്ക് അറിയാം, നേരത്തെ പഠിച്ചിട്ടുള്ളവർക്ക് അത് അറിയാം. അതായത് L എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ L ആണ്. അതായത് വാസ്തു മണ്ഡലത്തിന്റെ നീളം. വാസ്തു മണ്ഡലത്തിന്റെ നീളത്തിൽ നിന്ന് 2 വശത്തെയും പിശാച വീതി കുറയ്ക്കണം. ആണ് L ഇൻറ്റു 2/9. L ബൈ പരമശായിക പദവിന്യാസം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്ഥലം കാണുന്നത്. പരമശായിക പദവിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവിന്യാസം പദങ്ങളായി വിന്യസിക്കുക, പ്ലോട്ടിനെ പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിപ്ലോമ കോഴ്സിലും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും എല്ലാം പഠിച്ചാണത്. ഈ പദവിന്യാസമൊക്കെ എങ്ങനെയാണ് പദവിന്യാസം ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ പഠിച്ചാണ്. അത് പഠിച്ചവർക്ക് ഈസി ആയിരിക്കും, പഠിക്കാത്തവർക്ക് ഇത് ഒന്നൊന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഈ പദവിന്യാസം അത് പ്രത്യേകിച്ചും പദവിന്യാസം 3 വിധത്തിലുണ്ട്. അഷ്ടവർഗ പദവിന്യാസം, നവവർഗ പദവിന്യാസം, ദശവർഗ പദവിന്യാസം. അതിൽ വീടുകൾക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് നവവർഗ പദവിന്യാസം, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് പരമശായിക പദവിന്യാസം. ഈ പരമശായിക പദവിന്യാസം അല്ലെങ്കിൽ നവവർഗ പദവിന്യാസം ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ വീടുകൾക്ക് സ്ഥാനം കാണുന്നതൊക്കെ. അപ്പൊ അതനുസരിച്ച് ഇത് ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ അത് നമ്മൾ പഠിച്ച പോലെ വളരെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കേസുകളിൽ ഒരു കോംപ്ലിക്കേഷനെ വരില്ല. നമ്മൾ എങ്ങനെയാണോ ബേസിക് കോഴ്സിലും അതായത് ഡിപ്ലോമ കോഴ്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും ഒക്കെ പഠിച്ചത് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വീടിന്റെ ഡൈമെൻഷൻ, അത് വീടിന് ഉത്തമമായ നീളം, ഉത്തമമായ വീതി എല്ലാം കണ്ടുപിടിക്കാനും ആ പ്ലോട്ടിനകത്ത് ആ വീടിന് കറക്റ്റായിട്ട് സ്ഥാനം കാണാനൊക്കെ ചില കേസിൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. പക്ഷെ ചില കേസിൽ അങ്ങനെ കിട്ടില്ല. ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉള്ള കേസുകൾ വരും, കാര്യമായ കോംപ്ലിക്കേഷൻ ഉള്ള കേസുകൾ വരും. ചില നമുക്കിപ്പം ഒരു ഡോക്ടർ രോഗിയെ ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗമുള്ള രോഗികളെ കാണും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പല രോഗങ്ങളൊക്കെ ഉള്ള രോഗികളെ കാണും. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ളതിൽ അതെല്ലാം അവർ നോക്കി മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ നമുക്കും എങ്ങനെ വന്നാലും നോക്കാൻ പഠിക്കണം. പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരാൾക്ക്, വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ബേസ് ഒരുമാതിരി ഉണ്ടെങ്കിൽ അവർക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫോളോ അവരെയും കൂടെ ആ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതുപോലെ ആ ലെവലിൽ നിന്ന് നമുക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സ് ഇപ്പം ഇതിനായിട്ട് ഡിപ്ലോമ കോഴ്സ് എങ്കിലും പഠിച്ചവരാണെങ്കിൽ അതിനകത്ത് ഈ ഡിപ്ലോമ കോഴ്സ് പഠിച്ചവർക്കും ഈ പദവിന്യാസം ചെയ്യാനും അതുപോലെ ദിശ അനുസരിച്ച് ചെയ്യാനും അതൊക്കെ ആ കോഴ്സിൽ പഠിക്കണം. ഈവൻ ഡിപ്ലോമ കോഴ്സിൽ തന്നെ പഠിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ അതിന്റെ നിസ്സാരമായിട്ടുള്ളതല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ്. മറ്റേ ബേസിക് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത മെത്തേഡാണ് അതിനകത്ത് പഠിക്കുന്നത്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ പഠിക്കും. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കിയവരെ ഈ കോഴ്സ് വരികയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫോളോ ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളുടെ ഇതിനകത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്നവരായാലും അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. വാസ്തു ആചാര്യ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. പക്ഷേ അത് രണ്ടിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അതാണെങ്കിൽ നമുക്ക് ഇത് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ ഈ പഠിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരും. പിന്നെ അതുപോലെ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ കോഴ്സും എല്ലാം നമുക്ക് ഡിസ്കസ് ഇവിടെ ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള 1-2 കേസ് എടുക്കും, അതിവിടെ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള കേസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് കേസുകൾ വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ. കാരണം നമ്മൾക്ക് ഒരു പ്രാക്ടിക്കൽ ഫീൽഡിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വീട് വെക്കാനായിട്ടൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് പോകുന്നത് മാത്രം ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കില്ല എന്നല്ല, ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ കാണും, ചിലപ്പോൾ കാര്യമായ കോംപ്ലിക്കേഷനുള്ള കേസുകളും വരും അങ്ങനെ വീട് വയ്ക്കാനായിട്ട് നമ്മൾ. അപ്പോൾ അതെങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ അതായത് സിമ്പിളായിട്ടുള്ള കേസുകളും കോംപ്ലിക്കേറ്റഡ് കേസുകളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ആരെങ്കിലും വാസ്തു ഇത് ശരിക്കും കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഈ കോഴ്സ്. വാസ്തു കൺസൾട്ടൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർ കാരണം പല വാസ്തു ഇഷ്യൂസ് അവർ ചിലപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർക്കിത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് കാണും. അതിൽ വാസ്തു കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി കുറച്ചൊരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് കാണും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ കോഴ്സ് കൂടുതൽ പ്രയോജനപ്പെടും. അപ്പോൾ അതാ ഈ കോഴ്സിനെ പറ്റി. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിസിപ്പൻസിന് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ ഈ കൺസൾട്ടേഷനൊക്കെ പോവുകയാണെങ്കിൽ അവർ പോയ കൺസൾട്ടേഷനിൽ അവർക്ക് ചിലപ്പോൾ ചില ഡിഫിക്കൽട്ടീസ് വരും. ഞാൻ പറഞ്ഞു എല്ലാം ഈസി ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഒരു സീരിയസ് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂ വന്നു, നിങ്ങൾക്ക് ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇഷ്യൂ എന്താണ് നമ്മൾ. പക്ഷെ അത് ഞാനിവിടെ പ്രസന്റ് ചെയ്യത്തൊക്കെ അത് എനിക്ക് ചെയ്യണമെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ കേസ് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇത് പ്രസന്റ് ചെയ്യണേ വെറുതെ പറഞ്ഞാൽ പോരാ, അത് ഫിഗറും ഒക്കെ ഇത് വരച്ച് വേണം കാണിക്കാൻ. അപ്പോൾ അത് ഈ ഫിഗറൊക്കെ ഇതിനകത്ത് വരച്ചെടുക്കാൻ അല്പം സമയം എടുക്കും നമുക്ക്. എനിക്ക് കാരണം കൂടുതൽ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതെന്താണെന്ന് അതിൻ്റെ ഡ്രോയിങ് സഹിതം അയച്ചെന്ന് അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്യൂസും ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇപ്പം ഈ വീടുകളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ വീടുകൾ നോക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ പലയിടത്തും വീട് മാത്രമല്ല വീടുകൾ അത് രണ്ടു വിധത്തിലുമുണ്ട്. പുതിയ വീട് വയ്ക്കാനായിട്ട് സ്ഥലം നോക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ, അത് പുതിയ വീട് നോക്കാൻ പോകുന്നതിന് എക്സിസ്റ്റിംഗ് വീട് നോക്കിയിട്ട് അതിനെന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റും. അത് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ്. മറ്റേ ഡിപ്ലോമ കോഴ്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും ആ ഒരു ഫെസിലിറ്റി അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പം നിങ്ങൾക്ക് കൂടെ ഞാൻ പോകുന്നിടത്ത് ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ അവരോട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് എവിടെ വരണം. അപ്പോൾ ഇപ്പോൾ വൈക്കത്ത് നിന്ന് ഇവിടെ വരിക എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അത് വലിയ ദൂരമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഇത് ചെയ്തതാണെങ്കിൽ ഞാൻ ഇവിടെ ഉത്തർപ്രദേശ് അവിടെ അല്ല മഗീർവാർജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു വാസ്തു കൺസൾട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം കൺസൾട്ടേഷനൊന്നും അധികം പോകുന്നില്ല, വയസ്സായി. ഈസ് എബോവ് 90, 90 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ പുള്ളിയുടെ ശിഷ്യന്മാരെ പുള്ളി പറഞ്ഞായിരിക്കും, എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ പുള്ളി അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നല്ലാതെ നേരിട്ട് പോകാറില്ല. എൻ്റെ ഗുരുവാണത്. ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ വേദവിജ്ഞാൻ മഹാവിദ്യാപീഠ് എന്ന് പറഞ്ഞിട്ട്, വേദവിജ്ഞാൻ മഹാവിദ്യാപീഠ്, വേദങ്ങളും അതുപോലെ ഉപനിഷത്ത്, വാസ്തു, ജ്യോതിഷം, ഇങ്ങനെ ഇതെല്ലാം പഠിപ്പിക്കുന്ന, അത് ഭാരതീയ പൗരാണിക ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഇതാണ് ബാംഗ്ലൂരുണ്ട്. ശ്രീ രവിശങ്കറാണ് നടത്തുന്നത്. അദ്ദേഹം നടത്തുന്നതാണ് വേദവിജ്ഞാൻ മഹാവിദ്യാപീഠ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അവിടുത്തെ ബേസിക്കിന് വാസ്തു, ആ ബേസിക് കോഴ്സ് കഴിഞ്ഞ് വാസ്തു ശാസ്ത്രി എന്നാണ് അഡ്വാൻസ് കോഴ്സിൻ്റെ പേര്. ആ ബേസിക് കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ വാസ്തു ശാസ്ത്രി കോഴ്സിൽ ചേരാൻ പറ്റുള്ളൂ. നേരിട്ട് നമുക്ക് വാസ്തുശാസ്ത്രി കോഴ്സ് അവിടെ ചേരാൻ പറ്റില്ല. ആദ്യം ബേസിക് കോഴ്സ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അതിൽ ജയിക്കുന്നവർക്ക് മാത്രമേ വാസ്തു ശാസ്ത്രി കോഴ്സ്. ഞാൻ അവിടെ 2 കോഴ്സ് ഞാൻ അവിടെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഈ അഡ്വാൻസ് കോഴ്സിൽ, അവിടുത്തെ അഡ്വാൻസ് കോഴ്സിൽ
എൻ്റെ ഗുരുവായിരുന്നു ഈ ശ്രീ മഹീർ വാർജി എന്ന് പറഞ്ഞാൽ. അന്ന് കുറച്ച് ഒരു അത് 15 വർഷത്തിൽ കൂടുതലായി അവിടെ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഞാൻ പഠിച്ചിട്ട്. അപ്പൊ അത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് പിന്നെ അവിടെ ഉത്തർപ്രദേശിൽ അവിടെയായിരുന്നു. അപ്പൊ അവിടെയാണ് അദ്ദേഹം, ഞാൻ ഇവിടുന്ന് അവിടെ പോകുന്നു. അവിടെ പോയി അവിടെ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് താമസിച്ചിട്ട് അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂർ ശ്രീശ്രീയുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹം വന്നിട്ട് കുറെ ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചില ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നേരിട്ട് കാരണം ഇത് ഈ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ടൊക്കെ പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോയി പല കറക്ഷനും ഒക്കെ വരുമ്പോൾ അത് തിയറി ക്ലാസ്സിൽ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ പടം വരച്ച് കാണിച്ച് പറഞ്ഞോ മാത്രം അതുകൊണ്ട് പൂർണ്ണമാവില്ല. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിൽ ഉറക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ നേരിട്ട് കാണാൻ, ഒരു വീട് നോക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്, ആ വീട് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് എക്സ്റ്റേണൽ മെഷർമെന്റും വീടിന്റെ എക്സ്റ്റേണൽ മെഷർമെന്റും ഇന്റേണൽ മെഷർമെന്റും ഒക്കെ എടുക്കേണ്ടി വരും. അത് ഏതൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന്, അപ്പൊ അതിന് ഇപ്പം നിങ്ങൾ വൈക്കത്തോ അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ അവിടുത്തെ ഇവിടെ വരേണ്ടി വരും. ചില ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ചില കേസുകളൊക്കെ. ഇപ്പം കോട്ടയത്തും ഒക്കെ ഒരു കേസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരിലൊക്കെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ പോകേണ്ടി വരും. അത് പക്ഷെ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രം അതുപോലെ കുറച്ച് പ്രായമൊക്കെ ആവണമെങ്കിൽ അധികം കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ള വർക്കൊക്കെ ഇപ്പൊ കുറച്ച് കുറവാണ് എടുക്കുന്നത്. എന്നാലും അപ്പൊ അങ്ങനെ ഞാൻ പോകുന്ന സ്ഥലത്ത് അത് നിങ്ങളെ അറിയിക്കും, ഇന്ന സ്ഥലത്ത് അവരുടെ കോൺടാക്ട് നമ്പറും ആ പാർട്ടിയുടെ ആരാണോ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരുടെ കോൺടാക്ട് നമ്പർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഈ വാസ്തു ആചാര്യ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഗ്രൂപ്പിനകത്തെ അവരുടെ കോൺടാക്ട് നമ്പർ എവിടെയാണോ പോകുന്നത് എൻ്റെ അപ്പൊ നിങ്ങൾക്ക് അവിടെ വരാനും പറ്റും. ആ കോൺടാക്ട് വെച്ച് നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റും. അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ടു പഠിക്കാനുള്ള അവസരം. അതായത് ഒരു വീട് എങ്ങനെ പരിശോധിക്കണം, എക്സിസ്റ്റിംഗ് ഹൗസ് ആണെങ്കിൽ അത് വാസ്തുശാസ്ത്ര നിബന്ധനകൾ അനുസരിച്ചാണോ എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. അത് അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു റിപ്പോർട്ട് നിങ്ങൾ വന്ന് നോക്കിയിട്ട് അളവെടുക്കുമ്പോൾ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു റിപ്പോർട്ട് വേണം തയ്യാറാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റിപ്പോർട്ടിന്റെ കോപ്പി നിങ്ങൾ അയച്ചു തരും. അത് ഈ വീടിന്റെ തന്നെ ഞാൻ നോക്കിയിട്ട് ഞാൻ പാർട്ടിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ഞാൻ ചെയ്തതും നിങ്ങൾ എഴുതിയതുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ തെറ്റ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം തന്നെ ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്ത് താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള വെറുതെ ക്ലാസ്സിൽ വരുന്നു, വീട്ടിൽ പോയി ഒന്നും നോക്കാതിരിക്കുന്നു, അടുത്ത ക്ലാസ്സിൽ വരുന്നു, അതുകൊണ്ട് കാര്യമില്ല. നമ്മളിതുപോലെ നിങ്ങളൊരു എൻ്റെ കൂടെ ഒരിടത്ത് അസിസ്റ്റ് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രോയിങ്ങും അതും എല്ലാം വെച്ച് ഞാൻ എൻ്റെ റിപ്പോർട്ട് അയച്ചു തരുമ്പം നിങ്ങൾ സ്വന്തമായിട്ട് റിപ്പോർട്ട് എഴുതിയിട്ട് ആ രണ്ടും കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു തെറ്റെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് വരാൻ അത് വീട് നോക്കുമ്പോൾ മാത്രമല്ല, ഇപ്പം ഒരു സ്ഥലത്തിൽ നമ്മൾ ആദ്യം പോയി നോക്കി അവിടെ വീട് വയ്ക്കാൻ കൊള്ളാമോ അല്ലയോ അതിന്റെ പിന്നെ മെഷർമെന്റ്സും ആ പ്ലോട്ടിന്റെ മെഷർമെന്റ് എല്ലാം എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് അവിടെ ഈ ബിഗസ്റ്റ് റെക്ടാങ്കിൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുമല്ല എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതെല്ലാം വരച്ച് കാണിച്ചു തരും. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ അത് ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അപ്പോൾ ആ എക്സിസ്റ്റിംഗ് ഹൗസ് ഇൻസ്പെക്ഷനും അതിന്റെ വാസ്തു കറക്ഷൻസ്, അതുപോലെ പുതിയ വീട് വെക്കുന്നതിനുള്ള ചെക്ക് ചെയ്യുക, അതിന്റെ പ്ലാൻ വരയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഈ കുറ്റിയടിക്ക് നമ്മുടെ 4 കാര്യങ്ങൾ മുഹൂർത്തം നോക്കി ചെയ്യണം. ഒരു വീട് വയ്ക്കുമ്പോൾ ഒരു വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ നമ്മൾ മുഹൂർത്തം നോക്കി തന്നെ ചെയ്യണം. ഗൃഹനാഥയുടെയും ഗ്രഹനിലയൊക്കെ ആയിട്ട് നോക്കി അത് ജ്യോതിഷം അനുസരിച്ചാണ്, അത് വാസ്തുവിൽ വരുന്നതല്ല, ജ്യോതിഷത്തിൽ വരുന്നതാണ് ആ മുഹൂർത്തമൊക്കെ നോക്കുന്നത്. അങ്ങനെ മുഹൂർത്തം നോക്കി ചെയ്യണം. 4 കാര്യം എന്ന് പറഞ്ഞാൽ 1 കുറ്റിയടിക്കുക, അതായത് ഗ്രഹ ആരംഭം എന്ന് പറഞ്ഞാൽ കുറ്റിയടിയാണ്. ആദ്യം കുറ്റിയടിക്കുക, 2 ശിലാസ്ഥാപനം കല്ലിടിയില്, 3 കട്ടള വയ്ക്കുക, അത് മെയിൻ ഡോറിന്റെ കട്ടള സ്ഥാപിക്കുന്നതാണ് കട്ടള വയ്ക്കുക നമ്മൾ പറയുന്നത്. അത് 3ാമത്തെ കട്ടള വയ്ക്കുക. 4ാമത്തെ ഗൃഹപ്രവേശനം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാല് കാച്ചെന്നോ അല്ലെ ഗൃഹപ്രവേശനം എന്നൊക്കെ പറയുന്നത് 4ാമത്തെ. ഈ 4 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മുഹൂർത്തം നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുൻപ് 5 ഉണ്ടായിരുന്നു. ഈ പിന്നെ ഉത്തരം വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉത്തരവില്ല. ഈ ബീം വയ്ക്കുന്നതിന് അത്രത്തോളം നോക്കാറുള്ളവർ ചില നോക്കി ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, നോക്കി ചെയ്യാം. പക്ഷെ ഈ 4 കാര്യങ്ങൾ, അതായത് 1 പിന്നെ കുറ്റിയടിക്കുക, 2 ശിലാസ്ഥാപനം നടത്തുക, 3 ആദ്യത്തെ കട്ടള വയ്ക്കുക, 4 എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഹൗസ് വാമിങ് അല്ലെങ്കിൽ പാലുകാച്ച് അല്ലെങ്കിൽ ഗൃഹപ്രവേശനം, ഇത് ആയാലും നമ്മൾ മുഹൂർത്തം നോക്കി തന്നെ ചെയ്യണം. അപ്പൊ ഇത് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് വരാം.
ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ, ഓരോന്നും ചെയ്ത് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനെ ഉള്ള അവസരം അത് മറ്റേ ഡിപ്ലോമ കോഴ്സിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലോ ഉള്ളവർക്ക് അത് കിട്ടില്ല. അത് ഈ കോഴ്സിലുള്ളവർക്ക് അത് നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. കാരണം നിങ്ങൾ നിർബന്ധമായിട്ട് പിടിച്ച് കൊണ്ടുവരാനൊന്നും അങ്ങനെയില്ല. അതിനകത്ത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് വന്നേ പറ്റൂ, അങ്ങനെയൊന്നും ഇതിനകത്തില്ല. നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മളിപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ 10 പേരുണ്ടെന്നിരിക്കട്ടെ, ഈ 10 പേര് കൂടെ ചെന്ന് കഴിഞ്ഞാൽ അത് അസൗകര്യമായിരിക്കും. പെട്ടെന്ന് വീടിനകത്ത് ചെക്ക് ചെയ്യുകയാണ്. വീടിനകം ചെക്ക് ചെയ്യുമ്പോൾ ഒരു 10 പേര് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു താമസിക്കുന്ന വീട്ടിലാകുമ്പോൾ പലരും അപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് സാധാരണ പോകുമ്പോൾ 2 അല്ലെങ്കിൽ 3 പേര്. അപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത് അപ്പോൾ നിങ്ങളെ അറിയിക്കും. 3ൽ കൂടുതലുണ്ടെങ്കിൽ അധികം വന്നിട്ടില്ലാത്ത, അധികം ചാൻസ് കിട്ടാത്ത, അല്ലെങ്കിൽ മിനിമം ചാൻസ് കിട്ടിയ 2 പേര്, അങ്ങനെ 2 അല്ലെങ്കിൽ 2 or 3 അങ്ങനെ നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതിലുണ്ട് ഈ വാസ്തു ആചാര്യ കോഴ്സിലെ പാർട്ടിസിപ്പൻസിൽ 2 അല്ലെങ്കിൽ 3 പേരെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരെ അറിയിക്കും. താല്പര്യമുള്ളവർക്ക് വരാം. നിങ്ങൾക്ക് അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പം വേറെ ഇത് മാത്രമല്ല, നമുക്കെല്ലാം വേറെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അറിയിക്കുന്ന ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അസൗകര്യമായിരിക്കും, അല്ലെങ്കിൽ അതിന് അടുത്ത വേറെ ദിവസം വേറെ എന്തെങ്കിലും ഒരു വർക്ക് അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വരാം. പിന്നെ ഇതിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ കോഴ്സിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുകയാണ്. പുതിയ വീട് വയ്ക്കാൻ ആദ്യമായിട്ട് ആ സ്ഥലം ചിലയിടത്ത് പുതിയ വീടിൻ്റെ പ്ലാനും ഒക്കെ തയ്യാറാക്കി ഫൗണ്ടേഷനും ബേസ്മെൻറ്റും ഒക്കെ കെട്ടിയിട്ട് നമ്മളെ ചിലപ്പോൾ അറിയിക്കും ഇവിടെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പം അങ്ങനെയുള്ളതൊന്നും കഴിയുന്നത് ഞാനത് ഏറ്റെടുക്കാറില്ല. കാരണം ആദ്യം പോലെ ഉണ്ടെങ്കിലേ നമുക്കത് ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതെല്ലാം പിന്നെ പൊളിക്കണം. കാരണം അതിൻ്റെ അളവൊന്നും ശരിയായിരിക്കില്ല. മരണച്ചുറ്റായെന്ന് വരാം. കാരണം വാസ്തു അറിഞ്ഞുകൂടാത്തവർ ചെയ്യുന്നതാകുമ്പം അവർക്ക് കുറ്റപ്പെടുത്താക്കില്ല അവരെ, കാരണം അവർക്ക് അറിയില്ല. അപ്പോൾ അവരുടേതായ ഭംഗിയൊക്കെ വെച്ച് ചിലപ്പോൾ ആർക്കിടെക്ട്സോ ഒക്കെ ആയിരിക്കും ഡിസൈൻ ചെയ്ത്, പക്ഷേ വാസ്തുപ്രകാരം നമുക്ക് പറ്റില്ല. അപ്പോൾ അവരോട് പറയും ഇത് വാസ്തുപ്രകാരമല്ല, ഈ ഡിസൈൻ വെച്ചിട്ട് പോകാൻ ഒക്കില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും, അപ്പോൾ അവിടെ ഈ 4 കാര്യങ്ങൾ, അതായത് പിന്നെ കുറ്റിയടിക്കുക, ശിലാസ്ഥാപനം ചെയ്യുക, കട്ടള വയ്ക്കുക, പാല് കാച്ചുക, അല്ലെങ്കിൽ ഗൃഹപ്രവേശനം, ഈ 4നും നിങ്ങൾക്ക് നേരിട്ട് വന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വീടിൻ്റെ ഒരു വീടിന് തന്നെ ഇങ്ങനെ ആദ്യം മുതൽ ആ കുറ്റിയടി മുതൽ കല്ലിടിയിൽ വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് വരാൻ പറ്റുമല്ലോ നിങ്ങളെ തീരുമാനിക്കട്ടെ. നമുക്ക് അറിയിക്കാനേ ഒക്കുള്ളൂ, നിങ്ങളെ പിടിച്ചുകൊണ്ട് വരാൻ ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് അറിയിച്ചിട്ട് നിങ്ങൾ നേരത്തെ പോയ ഒരു വീട്, അല്ലെങ്കിൽ അത് ഒരു വീട് നമ്മൾ എക്സിസ്റ്റിംഗ് വീട് നോക്കാൻ പോകുന്നു. ആ നോക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരാളൂടെ കൂടി വന്നെന്നിരിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ കറക്ഷൻ ചെയ്യും. നമ്മൾ പോയി നോക്കിയാൽ പോരെ. നോക്കുന്ന എല്ലാ വീട്ടിലും കറക്ഷൻ ചെയ്യുന്ന വിചാരിക്കരുത്. നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് ഒരു 50% വീട്, നമ്മളൊരു 10 വീട്ടിൽ പോവുകയാണെങ്കിൽ 5 വീട്ടിലേ ഇതിന് കറക്ഷൻ ചെയ്യുള്ളൂ. 5 വീടുകളിൽ അവർ ചെയ്യില്ല. ചിലപ്പോൾ പല കാരണങ്ങളിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അവരുടേതായ കാരണങ്ങൾ കാണാം. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ദോഷങ്ങളുണ്ട്, ഇതിനെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു ഡിസ്കഷനൊക്കെ വിളിച്ചിട്ട് ഉദ്ദേശം എത്ര കോസ്റ്റ് ആവും അതൊക്കെ നമ്മൾ നേരത്തെ പറയണം. അപ്രോക്സിമേറ്റ് കറക്റ്റ് പൈസ ആണോ നമുക്ക് പറയാൻ പറ്റില്ല, എന്നൊരു അപ്രോക്സിമേറ്റ് കോസ്റ്റ് എത്രയാവും ഈ വിധമൊക്കെ അവരുടെ പറഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കറക്ഷൻ അല്ല. നമ്മളൊരിക്കലും അവരെ ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റുമെന്ന് പേടിപ്പിക്കുകയോ അങ്ങനത്തെ യാതൊന്നും പാടില്ല. വാസ്തുവിൽ അത് വളരെ അങ്ങനെ ചെയ്യാനേ പാടില്ല. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാസ്തു പറയാൻ നല്ല അതുപോലെ ഇന്നത് പറ്റുന്ന നമുക്ക് പറയാൻ ഒക്കില്ല എന്ന് ഞാൻ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം പലരും ഇങ്ങനെ പോകുമ്പോൾ ഇത് കന്നിമൂലയാണ്, ഇവിടെ കട്ടായിരിക്കുന്നു, ഇവിടെ കട്ടായിരിക്കുന്നത് ആൺകുട്ടികൾക്ക് ദോഷമാണ്, ആൺകുട്ടികൾ ഒന്നുകിൽ ആൺകുട്ടികൾ ജനിക്കാതിരിക്കുകയോ അഥവാ ജനിച്ചാൽ അവർക്ക് അത് ശരിയാണ്, തിയറിറ്റിക്കലി കറക്റ്റ്. തിയറിറ്റിക്കലില് വാസ്തുശാസ്ത്രത്തില് ഇപ്പൊ കന്നിമൂലയുടെ ഭാഗത്തൊരു ഒടിവുണ്ടെങ്കിൽ, അതായത് ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ അതിന് ബൃഹത്സംഹിതയെ പറയുന്നുണ്ട്. ബൃഹത്സംഹിതയിൽ പറയുന്നത് പിന്നെ കന്നിമൂലയില് ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ ആൺകുട്ടികൾ മരിക്കും എന്നാണ് പറയുന്നത്. ആൺകുട്ടികൾ മരിക്കും, ഗ്രഹനാഥന്റെ ശക്തി ക്ഷയിക്കും, സ്ത്രീകൾ മുഖേന പ്രയാസം ഉണ്ടാകും. സ്ത്രീകൾ മുഖേന പ്രയാസം ഉണ്ടാകുന്ന വീട്ടിലുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരുദോഷം അവർക്കുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് സ്ത്രീകൾ മുഖേന നമുക്ക് പ്രയാസം ഉണ്ടാകുന്നതാണ് കന്നിമൂലയിലെ കട്ടിങ്. അതുപോലെ തന്നെ പിന്നെ കന്നിമൂലയിൽ കട്ടിങ് വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾ മരിക്കും എന്ന് പറയുന്നുണ്ട് ബൃഹത്സംഹിതയിൽ. അതുപോലെ കന്നിമൂലയിൽ ഒരു കട്ടിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രഹനാഥന്റെ ശക്തി ക്ഷയിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് കന്നിമൂലയിലെ കട്ടിങ്ങിന് ബൃഹത്സംഹിതയിൽ പറയുന്നത്. മറ്റേതിൽ വേറെ ഒത്തി പറയുന്നുണ്ട്, പക്ഷെ ബൃഹത്സംഹിതയിൽ ഇത് 3 പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിൽ ചെന്ന് ഒരു കന്നിമൂലയിൽ കട്ടുണ്ടോ, ഇവിടെ ആൺകുട്ടികൾ മരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഗ്രഹനാഥന്റെ ശക്തി ക്ഷയിക്കും. കാരണം അങ്ങനെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല.
പറ്റാത്ത കാരണം ഉണ്ട്. അതായത് ഇപ്പൊ കന്നിമൂല ഒരു കട്ടി കൊണ്ടെന്നിരിക്കട്ടെ, ഇത് വാസ്തുശാസ്ത്രം പറയുന്നത് തെറ്റായതുകൊണ്ടല്ല, വാസ്തുശാസ്ത്രം പറയുന്നത് ശരിയാണ്. പക്ഷെ ഈ ദോഷം, അതായത് കന്നിമൂലയിൽ ഒരു കട്ടിങ് വരുന്നത് കൊണ്ടുള്ള ദോഷം വേറെ ഒരു ഗുണം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്തെന്ന് വരാം. ഈ ദോഷവും ഗുണം, ഒരു വീട്ടിൽ ദോഷം മാത്രമായിരിക്കില്ല, ചില ഗുണങ്ങളും കാണും, ചില ദോഷങ്ങളും കാണും. അതിൽ ചില ദോഷങ്ങളൊക്കെ ആ വീട്ടിൽ തന്നെയുള്ള ചില ഗുണങ്ങൾ കൊണ്ട് ഇല്ലാതാവും, ന്യൂട്രലൈസ് ചെയ്യും. കാരണം ഒരു നെഗറ്റീവിനെ ഒരു പോസിറ്റീവ് കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചില ഈ ദോഷങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റിവിറ്റി ഉണ്ടാവും. ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോസിറ്റിവിറ്റി ഉണ്ടാവും. ഈ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും തമ്മിൽ പലതും ക്യാൻസൽ ആയിപ്പോകും. നെഗറ്റിവിറ്റിയെ ഈ പോസിറ്റീവ് കൊണ്ട് ഇല്ലാതാക്കും. ഉദാഹരണത്തിന് കന്നിമൂലയിൽ നമുക്ക് ഒരു വെയിറ്റ് വളരെ കുറവാണെങ്കിൽ ഈശാനുമൂലയിൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ ദോഷം കുറെ മാറും. ഈശാനുമൂല എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തല്ലേ കന്നിമൂലയിൽ ഒരു കിണറുണ്ടെന്നിരിക്കട്ടെ, അല്ല അവിടെ കുഴി വരുന്നത് ഒക്കെ ദോഷമാണ്, തെക്ക് പടിഞ്ഞാറ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ്, ഈശാനുമൂല എന്ന് നമ്മൾ പറയും. ഈശാനുമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ്. അപ്പൊ അവിടെ അതുപോലൊരു കുഴി കൊണ്ടുവന്നാൽ ആ കുഴിയുടെ ദോഷം ഈ കുഴി കൊണ്ട് തീരും. അവിടെ കുഴി വരുന്നത് നല്ലതാണ്. അപ്പൊ അവിടെ ഒരു കുഴി, നമ്മളൊരു കിണർ അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റേ കന്നിമൂലയിലുള്ള കിണറിന്റെ ദോഷം ഈശാനുമൂലയിലുള്ള കിണർ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ദോഷം വരില്ല ആ വീട്ടുകാർക്ക്. അപ്പൊ അങ്ങനെ ഒരു ദോഷത്തെ ഒരു ഗുണം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്നത് വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ആ വീട്ടിൽ വേറെ ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ദോഷത്തിന്റെ ശക്തിയെ ന്യൂട്രലൈസ് ചെയ്തെന്ന് വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കാരണം ഒരു വീട്ടിൽ സംഭവിക്കുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ, എല്ലാ കാര്യങ്ങളുടെയും കൂടി ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ്. അത് ഓരോന്നും പ്രത്യേകമായിട്ട് എഫക്റ്റ് വരില്ല. അപ്പൊ അതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് ആ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. അത് സാമ്പത്തികമായ ഗുണമോ ദോഷമോ ആകാം, ശാരീരികമായ അസുഖങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗുണം, ആരോഗ്യം മെച്ചപ്പെടുകയോ മോശമാവുകയോ ചെയ്യാം. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, വീട്ടിൽ ഭാര്യയായി ഭർത്താവുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളുമായിട്ടുള്ള ബന്ധം, അതൊക്കെ വാസ്തുവിന്റെ കാര്യം കൊണ്ട് അത് ഗുണമാവുകയോ അല്ലെങ്കിൽ മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്യാം. ഇത് രണ്ടും വരും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ദോഷം കൊണ്ട് ഇന്നത് വരും എന്ന് പറയുന്നത് ടോട്ടൽ എഫക്റ്റ് നമ്മൾ മനസ്സിലാക്കിയാലേ അത് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പലതും പറയുന്നുണ്ട്, ഇന്ന ദോഷം ഉണ്ടെങ്കിൽ ഇന്ന ഫലം വരും. പക്ഷെ ആ ഫലം പൂർണ്ണമായും വരണമെന്നില്ല. കാരണം അതൊരു കമ്പൈൻഡ് എഫക്റ്റ് ആണ്. വേറെ ചില ഗുണങ്ങളുണ്ട് ആ ദോഷത്തെ ഇല്ലാതായെന്ന് വരും. അപ്പൊ അതുകൊണ്ട് അത് വളരെ മനസ്സിലാക്കിയിട്ട് നമ്മളതൊക്കെ ഈ ഓരോരുത്തരെ പോയി റിസൾട്ട് പറയാവൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ ദോഷം വരും, അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തിൽ എങ്ങനെ പറയുന്നുണ്ട്. അത് വളരെ നമ്മൾ ശ്രദ്ധിച്ചേ ചെയ്യുക. ഒരിക്കലും അങ്ങനെ ആ ഇന്ന ദോഷമുണ്ടെങ്കിൽ ഇന്ന ഫലം വരും എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ ഒക്കില്ല. കാരണം മറ്റു പല കാര്യങ്ങളും അതിനകത്ത് ഇന്റർലിങ്ക്ഡ് ആണ്. അത് മാത്രമല്ല, വാസ്തുശാസ്ത്രം മാത്രമല്ല ദോഷങ്ങൾക്കും ഗുണങ്ങൾക്കും കാരണമായി വരുന്ന വാസ്തുശാസ്ത്രം മാത്രമല്ല. ശരിക്കും നമുക്കുണ്ടാകുന്ന അനുഭവം, വാസ്തുശാസ്ത്രത്തിന് പറയുന്ന ഒരു കാര്യമാണ്, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നമുക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാവും. ദോഷകരമായ അനുഭവം ഉണ്ടാവും, അതുപോലെ ഗുണകരമായ അനുഭവം നമുക്ക് ജീവിതത്തിലുണ്ടാവും. ദോഷം മാത്രമായിട്ടോ അല്ലെങ്കിൽ ഗുണം മാത്രമായിട്ടോ ആർക്കും ഉണ്ടാവില്ല. എത്ര ഗുണം ഉണ്ടായാലും ചിലപ്പോൾ ഇടയ്ക്ക് ചില ദോഷങ്ങൾ വരും, എത്ര ദോഷം ഉണ്ടായാലും ഇടയ്ക്ക് ചില ഗുണങ്ങൾ വരും. അപ്പൊ ഇതെല്ലാം ഗുണദോഷ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. അപ്പൊ ആ ഗുണദോഷ സമ്മിശ്രമായ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ എപ്പോഴും അതിന്റെ അവെയർ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ദോഷങ്ങൾ വരുമ്പോൾ ഇന്നത് വരുന്നതൊക്കെ പറയുമ്പോൾ കമ്പൈൻഡ് എഫക്റ്റ് ആണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പൈൻഡ് എഫക്റ്റ് കൊണ്ടാണ് അവിടെ ഗുണമോ ദോഷമോ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലൊക്കെ പോകുന്ന കൂടാതെ നമുക്ക് അതായത് പോസിറ്റീവ് എനർജി ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് എനർജി ടൂൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അനുകൂല ഊർജ ഉപകരണങ്ങൾ. നമുക്കൊരു ദോഷം, ഒരു വാസ്തുദോഷം ഉണ്ടെങ്കിൽ ആ വാസ്തുദോഷം കാരണം അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവും. ഏത് വാസ്തുദോഷമായാലും, എനി വാസ്തു ഡിഫക്റ്റ്, ഏത് വാസ്തുദോഷം ഉണ്ടായാലും ആ വാസ്തുദോഷം കാരണം അവിടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ നെഗറ്റീവ് എനർജിയെ നമുക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ വീടിന്റെ പോസിറ്റീവ് എനർജി അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് പോസിറ്റീവ് എനർജി ഉള്ള സാധനം കൊണ്ട് അവിടെ സ്ഥാപിക്കുന്നു. അങ്ങനെ പോസിറ്റീവ് എനർജി ഉള്ള സാധനം കൊണ്ട് അത് ഏത് സാധനം ആയിരിക്കണം, എവിടെ സ്ഥാപിക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏത് സാധനവും എവിടെയും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അതുപോലെ ഏത് നെഗറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് എനർജി എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നെഗറ്റീവ് എനർജിയെ ന്യൂട്രലൈസ് ചെയ്യാൻ ഏത് പോസിറ്റീവ് എനർജി വേണം, അത് എവിടെ സ്ഥാപിക്കണം, എങ്ങനെ സ്ഥാപിക്കണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്
എന്താണോ നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് എനർജിയുടെ നെഗറ്റീവ് എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഏത് പോസിറ്റീവ് എനർജി എവിടെ സ്ഥാപിക്കണം, എങ്ങനെ സ്ഥാപിക്കണം എന്ന് മനസ്സിലാക്കി അത് അതനുസരിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അതിന്റെ നെഗറ്റിവിറ്റി ഇല്ലാതാവും, അല്ലെങ്കിൽ മാക്സിമം കുറഞ്ഞു കിട്ടും. എല്ലാം 100% ഇല്ലാതാവും വിചാരിക്കരുത്. എന്നാലും മോർ ദാൻ 90% ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്. 90% കൂടുതൽ നെഗറ്റിവിറ്റി നമുക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ട് ഇല്ലാതാവാൻ അത് മതി. അപ്പൊ അങ്ങനെ ഓരോ ഏത് നെഗറ്റീവിനെ എന്തുകൊണ്ട് ചെയ്യണം, അതൊക്കെ അത് നിങ്ങൾക്ക് അഡ്വാൻസ് കോഴ്സിലും പഠിക്കാനുണ്ട്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലും അത് പഠിക്കാനുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് കണ്ട്, മറ്റേത് ഇന്നത് വെക്കണം എന്ന് പറയുകയുള്ളൂ ക്ലാസ്സിൽ, അതിന്റെ പടവും ചിലപ്പോൾ കാണിച്ചു തരും. ഇതല്ല, നേരിട്ട് കാണാം. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിരമിഡ്സ്. ഇപ്പൊ പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പിരമിഡ് എന്ന് പറഞ്ഞാൽ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പിരമിഡ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നില്ല. ഒരു വാസ്തുദോഷ പരിഹാരത്തിനും പിരമിഡ് ഉപയോഗിച്ച് പരിഹരിക്കാമെന്ന് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല. ഈ പിരമിഡ് ഉപയോഗിച്ച് വാസ്തുദോഷങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ആദ്യം മനസ്സിലാക്കിയത് ജർമ്മൻസാണ്. കാരണം നമ്മുടെ പല പുസ്തകങ്ങൾ, വളരെ പേരുകേട്ട പല പുസ്തകങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ ലൈബ്രറി കിട്ടാനില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറിയിലോ ഒക്കെ പണ്ട് വളരെ ആ ബുക്കുകൾ പലതും ഇപ്പം ഇല്ല. ഇതിനെപ്പറ്റി നമ്മളൊന്ന് അന്വേഷിച്ച് അറിയാം. ഇതിൽ എല്ലാം ഞാൻ പറയുന്നില്ല, ചിലതൊക്കെ എടുത്തുകൊണ്ട് പോയി തിരിച്ചു കൊടുക്കാത്തോ അങ്ങനെയൊക്കെ കാണുമായിരിക്കാം. പക്ഷെ അതല്ല, ഒരു നല്ല അത് എങ്ങനെയാണെന്നുകൊണ്ട് ജർമ്മൻസിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിൽ വളരെ പല ഗ്രന്ഥങ്ങളും അവരത് സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങളായിരിക്കും. ആ സംസ്കൃത ഗ്രന്ഥങ്ങൾ അവരുടെ ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരവിടെ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവരവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, കാരണം ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാസ്തുശാസ്ത്രം എന്നുള്ള പേര് ശരിക്കും നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. നിയമപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് വാസ്തുശാസ്ത്ര ക്ലാസ് എന്ന് പറയുന്നുണ്ട്, അവരതിനകത്ത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല നിയമപരമായിട്ട്. കാരണം ഇന്റർനാഷണൽ പേറ്റന്റ്, വാസ്തുശാസ്ത്രം എന്നുള്ള ആ പേരിന്റെ ഇന്റർനാഷണൽ പേറ്റന്റ് ജർമ്മൻസ് എടുത്തിരിക്കുകയാണ്. അവർക്കാണ്. നിങ്ങൾ നെറ്റ് നോക്കിയാൽ അറിയാം, വാസ്തുശാസ്ത്രത്തിന്റെ പേറ്റന്റ് ആരെ എടുത്തിരിക്കുന്ന നോക്കിയാൽ ഉടനെ ജർമ്മൻസ് അവിടെ അതിന്റെ ഇതുവരെ പറയാം, ഏത് ഇയറിലാണെന്ന് വരെ അതിന് കൊടുക്കുന്നുണ്ട്. നെറ്റ് നോക്കിയാൽ അറിയാം. അപ്പോൾ വാസ്തുശാസ്ത്രത്തിന്റെ ഇന്റർനാഷണൽ പേറ്റന്റ് എടുത്തിരിക്കുന്ന ജർമ്മനിയാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം വാസ്തുശാസ്ത്രം ഉണ്ടായത് ഭാരതത്തിലാണ്. നമ്മുടെ ഭാരതത്തിലായതുകൊണ്ട് പിന്നെ ഇതിന്റെ അതായത് പിന്നെ വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഒക്കെ ഉണ്ടായ ആ കാലം മുതലേ വാസ്തുശാസ്ത്രം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ വേദകാലത്തുള്ള ആണ് ഒറിജിൻ വാസ്തുശാസ്ത്രത്തിന്റെ. അപ്പൊ അന്ന് മുതലേ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ആ വാസ്തുശാസ്ത്രം ഇന്ന് നമുക്ക് വാസ്തുശാസ്ത്രം എന്ന് പറയാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമില്ല. പറയുന്നുണ്ട്, അത് വേറെ കാര്യം. നിയമപരമായിട്ട് അവരതിന് എക്സ്ട്രായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ ഒക്കില്ല. കാരണം അതിൻ്റെ ഇന്റർനാഷണൽ പേറ്റന്റ്, അന്തർദേശീയ പേറ്റന്റ് ജർമ്മൻകാരെടുത്തിരിക്കുകയാണ് വാസ്തുശാസ്ത്രത്തിന്റെ. അപ്പൊ അവരത്രത്തോളം പുരോഗമിച്ചത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മളെക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജർമ്മൻസും അമേരിക്കൻസുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ വാസ്തു ക്രിയേഷൻസ്, VASTUCREATIONS, നിങ്ങൾ നെറ്റ് നോക്കിയാൽ അറിയാം. വാസ്തു ക്രിയേഷൻസ് നെറ്റ് നോക്കിയാൽ ഇന്ന് ലോകത്ത് ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ വാസ്തുദോഷ പരിഹാരങ്ങൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ വാസ്തു ക്രിയേഷൻസ് അമേരിക്കയിലുള്ളത്. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. അവിടെ വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നതും അതുപോലെ അവിടെ വാസ്തു കറക്ഷൻസ് ചെയ്യാനായിട്ട് പോകുന്നവരിലൊക്കെ നമ്മൾ ഇന്ത്യൻസ് ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഉടമസ്ഥര് അമേരിക്കക്കാരാണ്, അവരാണ് നടത്തുന്നത്. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നവർ ഇന്ത്യൻസും പലരുമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോഡക്റ്റ്, പല നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലെ പ്രോഡക്റ്റ് അവിടുന്ന് നമ്മളിവിടെ ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ചില ഈ ദിശാദോഷത്തിനൊക്കെയുള്ള ചില പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈവൻ ഡിപ്ലോമ കോഴ്സിന് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഏത് കോഴ്സാണ് അത്? അമേരിക്കയിൽ ഈ വാസ്തു ക്രിയേഷൻസ് എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനിന് അവർക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അതിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് ചില പ്രോഡക്റ്റുകളൊക്കെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് പക്ഷെ അത് അമേരിക്കൻ ഇതാണെന്ന് പറയാം. അത് പക്ഷേ ജർമ്മൻ ടെക്നോളജിയാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡ് ശരിക്കും ജർമ്മൻ ടെക്നോളജി, ഈജിപ്ഷ്യനാണ്. നമുക്കറിയാം, ആദ്യമായിട്ട് പിരമിഡുകളൊക്കെ ഈ ആളുകളുടെ ശരീരമൊക്കെ കേടാകാതൊക്കെ വയ്ക്കാനായിട്ട് പിരമിഡൊക്കെ ഉണ്ടാക്കി ആദ്യം ഈജിപ്തിലാണ്. പക്ഷെ അത് വാസ്തുശാസ്ത്രമായിട്ട്, അത് വീടുകളുടെ ദോഷത്തിന് പിരമിഡുകൾ ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ഇത് ഈ ജർമ്മൻകാർ പല കാര്യങ്ങളും ഉപയോഗിച്ചു. പലതും മാറ്റി പല ദോഷ പരിഹാരങ്ങൾ, പല മാർഗങ്ങളും അവർ വെച്ച് അവരത് നെഗറ്റീവ് എനർജി മെഷർ ചെയ്തു.
അങ്ങനെ നോക്കിയപ്പോൾ മാക്സിമം ഈ നെഗറ്റീവ് എനർജി പോയതായിട്ട് അവർ കണ്ടുള്ള ഈ പിരമിഡ് കൊണ്ടുവച്ചു. അത് പിരമിഡ് ഓരോന്നിനും പ്രത്യേക വിധത്തിൽ എനർജൈസ് ചെയ്യാനൊക്കെ വേണം. ഈ പിരമിഡ് എനർജൈസ് ചെയ്യുന്നതിലാണ്. നമുക്ക് മാർക്കറ്റിൽ പോയാൽ പിരമിഡ് കിട്ടും, പല പിരമിഡ് കിട്ടും. ആ പിരമിഡൊക്കെ നോൺ എനർജൈസ്ഡ് ആണ്. അത് എനർജൈസ് ചെയ്യാത്ത, കാരണം എനർജൈസ് ചെയ്യുന്നത് ഏത് ദോഷത്തിനാണോ നമ്മൾ ഈ പിരമിഡ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് വേണം ഇതിനെ ഊർജ്ജവൽക്കരിക്കുക എന്ന് പറയും, എനർജൈസ് ചെയ്യുക. അപ്പോൾ ഈ എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പലരും പിരമിഡ് വാങ്ങിച്ചുകൊണ്ട് വരും, പിരമിഡ് നേരെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യും. എനർജൈസ് ചെയ്യാൻ പലർക്കും അറിയില്ല. ഇവിടെ ഈ കോഴ്സിൽ നമുക്ക് ഈ പിരമിഡ് എനർജൈസേഷൻ എന്നൊരു കോഴ്സുണ്ട്. ഇതിനകത്തൊരു ക്ലാസ് ഉണ്ട്. അത് ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് തന്നെ പിരമിഡ് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ പിരമിഡ് തരും. അതെങ്ങനെയാണ് എനർജൈസ് ചെയ്യുന്ന മന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന് കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞാൽ തീരില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ഈ വാസ്തു ആചാര്യ കോഴ്സിലുള്ളവരെ കൊണ്ട് ഈ പിരമിഡ് എനർജൈസ് ചെയ്യിക്കും. അതൊരു 1 ഡേ കോഴ്സാണ്. ഒരു ദിവസം രാവിലെ ഒരു വൈകിട്ട് വരെ നിങ്ങളെ കൊണ്ട് തന്നെ ഇത് എനർജൈസ് ചെയ്യിച്ച് എങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടത്, ഏത് ദോഷങ്ങൾക്ക് ഏതൊക്കെയാണ്, അതിൻ്റെ മന്ത്രങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചില മന്ത്രങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പിരമിഡ് എനർജൈസ് ചെയ്യാം, അങ്ങനെ പിരമിഡ് എനർജൈസ് ചെയ്യുന്നത് നേരിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഈ കോഴ്സിൽ, അത് മറ്റേ ഡിപ്ലോമ കോഴ്സിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലോ പിരമിഡ് എനർജൈസേഷൻ എന്ന് പറയും. എനർജൈസ് ചെയ്ത പിരമിഡ് ഉപയോഗിക്കണം എന്ന് പറയും. ജനറലായിട്ട് 1-2 കാര്യങ്ങൾ എനർജൈസേഷനെ പറ്റി പറയും. പക്ഷേ എനർജൈസ് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ പിരമിഡ് എനർജൈസ് ചെയ്തൊരു പ്രാക്ടീസ് കിട്ടുന്നത് ഈ കോഴ്സിലാണ്. അത് വാസ്തു ആചാര്യ കോഴ്സിലാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാന ഇതാണ്, എങ്ങനെ പിരമിഡിൽ എനർജൈസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു വാസ്തു കറക്ഷനുണ്ട്. ഈ പിരമിഡുകളെ നമ്മൾ വാസ്തു കറക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, എനർജൈസ് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അതുകൂടാതെ രത്നങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷനുണ്ട്. കറക്ഷൻ, ഈ രത്നാധ്യായം എന്ന് പറയും. രത്നാധ്യായം എന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അത് ഭാരതീയ ആയിട്ടുള്ളതാണ്. കാരണം ഭാരതത്തിലെ പഴയ ഗ്രന്ഥങ്ങൾ മാനസാര, മയമതം എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഇതിലോട്ട് പോയി കഴിഞ്ഞാലും മറ്റേ വിട്ടുപോകും. അതുകൊണ്ട് അതാദ്യം പറയാം. മയമതം, മാനസാര തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, മയമതം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥമാണ് മയമതം. തമിഴ്നാട്ടിൽ ഈ വാസ്തു കൺസൾട്ടൻസ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്ന പ്രാചീന വാസ്തുശാസ്ത്ര ഗ്രന്ഥമാണ് മയമതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തിലും കർണാടകത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന മാനസാര എന്നുള്ള ഗ്രന്ഥമാണ്. ആ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് മാനസാര. ഈ മയമതത്തിലും മാനസാരയിലും ഇതൊക്കെ ഭാരതീയ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. വളരെ വർഷങ്ങൾ പഴക്കമുള്ള, നൂറുകണക്കിന് വർഷങ്ങൾ ആയി, നൂറുകണക്കിലല്ല, മോർ ദാൻ 1000 years. ഇതിൽ മനുഷ്യാലയേന്ദ്രിയ എന്നൊരു പുസ്തകമുണ്ട്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. മനുഷ്യാലയേന്ദ്രിയ എന്നുള്ള പുസ്തകം ഇറങ്ങിയിട്ട് ഏതാണ്ട് 700-750 കൊല്ലമായുള്ളൂ. അത് തിരുമംഗലത്ത് നീലകണ്ഠ മൂസത്ത്, അദ്ദേഹം ഒരു വലിയൊരു വാസ്തു ആചാര്യനായിരുന്നു. ആ തിരുമംഗലത്ത് നീലകണ്ഠ മൂസത്ത് ഏതാണ്ട് 750 കൊല്ലം മുമ്പ് സംസ്കൃതത്തിൽ എഴുതിയ ബുക്കാണ് മനുഷ്യാലയ ചന്ദ്രിക. ഇന്ന് അതിന് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ മനുഷ്യാലയേന്ദ്രിയ, മദ്രാസിൽ പോയി കഴിഞ്ഞാൽ മയമതം, ബാംഗ്ലൂർ, ആന്ധ്ര ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാനസാര, നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ബൃഹസമിതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വാസ്തുശാസ്ത്രത്തെ പറ്റി. അപ്പോൾ അത് ബൃഹസമിതിയാണ് കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഇത് ഓരോ സംസ്ഥാനം, അതിൽ ഈ മയമതത്തിലും മാനസാരയിലും ഒക്കെ വളരെ കൂടുതലായിട്ട് ഈ രത്നസ്ഥാപനത്തെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെ ദോഷങ്ങൾക്ക് രത്നങ്ങൾ സ്ഥാപിക്കാം, അത് എവിടെ സ്ഥാപിക്കണം, ഏത് വിധത്തിലുള്ള രത്നം സ്ഥാപിക്കണം, ആ രത്നം സ്ഥാപിക്കുമ്പോൾ ഏത് മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള ആ മന്ത്രം ഉപയോഗിച്ച് വേണം രത്നങ്ങൾ എനർജൈസ് ചെയ്യാൻ. രത്നം വെറുതെ ആ രത്നങ്ങൾ എടുത്ത് വെച്ച് അവിടെ സിമെന്റ് വെച്ചൊക്കെ അടച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഇല്ല എന്ന് പറയുന്നില്ല, പ്രയോജനം ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പ്രയോജനം വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇത് എനർജൈസ് ചെയ്യുന്നത്? എനർജൈസ് ചെയ്യുമ്പം ഏത് മന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഏത് രത്നങ്ങൾക്ക് ഏത് മന്ത്രം ഉപയോഗിക്കണം, ഏത് രത്നങ്ങൾ എവിടെ സ്ഥാപിക്കണം, ഈ കാര്യങ്ങളൊക്കെ അതിന് നിങ്ങൾക്ക് 2 day കോഴ്സ് ഉണ്ട്. ഇതിനിടയ്ക്കുണ്ട് ഒരു ഓഫ്ലൈൻ. അത് നേരത്തെ പറഞ്ഞ പിരമിഡ് എനർജൈസേഷനും ഓഫ്ലൈൻ കോഴ്സാണ്. ഒരു 1 day കോഴ്സ്, ഒരു ദിവസമായിരിക്കും. ചിലപ്പോൾ ഒരു സൺഡേയോ രാവിലെ ഒരു വൈകുന്നേരം ആയിരിക്കും. അത് പിന്നെ ഇതിന് രത്നസ്ഥാപനവും എനർജൈസേഷൻ, രത്നങ്ങൾ എനർജൈസ് ചെയ്യുന്നതിൻ്റെ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ആ രത്നങ്ങളെ അത് പഠിക്കാനായിട്ട് അതൊരു 2 day കോഴ്സാണ്. ഒരു സെക്കൻഡ് സാറ്റർഡേ, ഒരു സൺഡേ ആയിരിക്കും സാധാരണ. ആ സെക്കൻഡ് സാറ്റർഡേ രാവിലെ തുടങ്ങി അന്ന് വൈകുന്നേരം ഉണ്ട്. അടുത്ത ദിവസം രാവിലെ തുടങ്ങി ഒരു ഉച്ച കഴിയുമ്പോൾ തീരും സെക്കൻഡ് ഡേയിൽ. ഒരു 1.5 days, ഒരു ദിവസം ഫുൾ ഡേ. ശനിയാഴ്ച രാവിലെ, സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും അത് എടുക്കുന്നത്. മിക്കവാറും ഡേറ്റൊക്കെ നേരത്തെ അറിയിക്കും. ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നവരെ അത് ഓഫ്ലൈനാണ്, നേരിട്ട്. അല്ലാതെ പിന്നെ നമുക്ക് ഓൺലൈനിൽ പഠിപ്പിക്കാൻ ഒക്കില്ല. നേരിട്ട് വന്നിട്ട്
അത് പിന്നെ ആദ്യത്തെ ദിവസം രാവിലെ വൈകുന്നവരെ ആ മന്ത്രങ്ങളൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ പോലെ ഉച്ചവരെ ആ മന്ത്രങ്ങൾ അപ്ലൈ ചെയ്യുക. അത് മാത്രമല്ല ചെറിയ പൂജകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ എനർജൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ദീക്ഷയൊക്കെ തരുള്ളൂ. അപ്പോൾ അതൊക്കെ ആ ചെയ്യുന്നതൊക്കെ അതിന് നിങ്ങൾക്ക് അവസരം, അതും ഡിപ്ലോമ കോഴ്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും ഇല്ല, വാസ്തു ആചാര്യ കോഴ്സിലുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ 2 ഓഫ്ലൈൻ കോഴ്സാണുള്ളത്. ഒരു ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ പിരമിഡ് എനർജൈസേഷൻ, അതൊരു 1 ഡേ കോഴ്സാണ്. രണ്ടാമത്തെ ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ രത്ന എനർജൈസേഷൻ, രത്നങ്ങളുടെ എനർജൈസേഷൻ, രത്നങ്ങൾ ഊർജ്ജവൽക്കരിക്കുന്നത്, അത് സ്ഥാപിക്കുന്നതും. രത്നസ്ഥാപനം നമ്മൾ സ്ഥാപിക്കുമ്പോൾ നേരിട്ട് കാണാൻ പറ്റും. രത്നങ്ങൾ സ്ഥാപിക്കുന്ന പലയിടത്തും ഇങ്ങനെ സ്ഥാപിക്കുന്നുണ്ട്. അത് നേരിട്ട് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ രത്നങ്ങൾ സ്ഥാപിക്കുന്നത്. രത്നസ്ഥാപനം ഈ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കില്ല. രത്നസ്ഥാപനത്തിലെ മന്ത്രങ്ങൾ പഠിപ്പിക്കും. അത് എങ്ങനെയാണ് ആക്ച്വൽ ക്യാരി ഔട്ട് ചെയ്യുന്നതെന്ന് എവിടെ രത്നസ്ഥാപനമുള്ള ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്നടുത്ത് രത്നസ്ഥാപനമുള്ള, അത് ഈ രത്നസ്ഥാപനം ഞാൻ രാവിലെ ഒരു 7 മണിക്കൊക്കെ തുടങ്ങും. 7 മാക്സിമം 7:30 മുമ്പ് തുടങ്ങും. 7 മണിക്ക് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ എടുക്കും ഒരു വീട്ടിലൊരു രത്നസ്ഥാപനം ചെയ്യുന്നതിന്. അപ്പോൾ ഒരു 7 AM to about 2 PM, ഉച്ചയ്ക്ക് 2 മണി വരെ ആയിരിക്കും. അത് സാധാരണ അങ്ങനെ പോകുമ്പോൾ അന്നത്തെ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ഒരു ലഞ്ചും ഒക്കെ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റും വെജിറ്റേറിയൻ ലഞ്ചും ഒക്കെ ആരാണോ രത്നസ്ഥാപനം ഏത് വീട്ടിലാണോ നടത്തുന്നത് അവർ അറേഞ്ച് ചെയ്യും. അതൊക്കെ നിങ്ങൾ അറിയിക്കും. അത് അപ്പോൾ അങ്ങനെ 2 ഓഫ്ലൈൻ കോഴ്സുണ്ട് ഈ വാസ്തു ആചാര്യ കോഴ്സിൽ. അതിൽ ആദ്യത്തെ ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറഞ്ഞത് പിരമിഡ് എനർജൈസേഷൻ ആണ്, അതൊരു 1 ഡേ കോഴ്സാണ്. രണ്ടാമത്തെ ഓഫ്ലൈൻ കോഴ്സ് എന്ന് പറഞ്ഞത് രത്ന എനർജൈസേഷൻ, രത്നങ്ങൾ എങ്ങനെയാണ് എനർജൈസ് ചെയ്യേണ്ടത് അതിൻ്റെ മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അത് ഒരു 2 ഡേ, 2 ഇല്ല 1.5 ഡേ എന്ന് പറയാം. ആദ്യത്തെ ദിവസം സാറ്റർഡേ മോർണിംഗ് ടു ഈവനിങ്, സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും. ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഡേ ഒരു ഹാഫ് ഡേ ആയിട്ടായിരിക്കും ഈ രത്ന എനർജൈസേഷൻ. 2 ഓഫ്ലൈൻ കോഴ്സ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതൊക്കെ ഈ കോഴ്സിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും അതിന് ബേസിക് അറിവുണ്ടായിരിക്കണം. നമുക്ക് ആദ്യം വാസ്തുശാസ്ത്രത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ ഈ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങളുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി പോലിരിക്കും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു പൂർണ്ണമായിട്ട് അതിൻ്റെ ബേസിക്കായിട്ട് കറക്റ്റായിട്ട് അങ്ങനെ മനസ്സിലാവണമെങ്കിൽ മറ്റേ 2 കോഴ്സുകളും, അത് ഈവൻ ഡിപ്ലോമ കോഴ്സ് മാത്രമായാലും മതി. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്കും ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഇത് 2 കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും പഠിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും പഠിക്കും, അതിനോടൊപ്പം തന്നെ ഈ പിന്നെ വാസ്തു ആചാര്യ കോഴ്സും പഠിക്കുക. അത് 2 കൂടെ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഈ പിരമിഡ് എനർജൈസേഷനെ പറ്റി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പിരമിഡ് എനർജൈസേഷൻ 2 വിധത്തിലുണ്ട്. പിരമിഡ് എനർജൈസ് ചെയ്യുന്ന തന്നെ there are 2 methods. അതിന് ഒന്ന് ലൊക്കേഷൻ ഓറിയന്റഡ് എന്ന് പറയും. കാരണം ഇംഗ്ലീഷിലാണ് കൂടുതലുള്ളത്. കാരണം മലയാളത്തിൽ അതിനെപ്പറ്റി അങ്ങനെ വലിയ ബുക്കുകളൊന്നും ഈ രത്നസ്ഥാപനവും പിരമിഡ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അധികം ബുക്കുകളൊന്നും ഇറങ്ങിയിട്ടില്ല. അത് ഇംഗ്ലീഷിൽ കുറേ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വരുന്ന മിക്കവരൊക്കെ ഇംഗ്ലീഷ് വാചകമായിരിക്കും കൂടുതൽ, കാരണം അത് പഠിച്ചതും ഇംഗ്ലീഷിലായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കറക്റ്റ് ആവില്ല. അതുകൊണ്ട് രത്നസ്ഥാപനം 2 വിധത്തിലുണ്ട്. ഒന്ന് ലൊക്കേഷൻ ഓറിയന്റഡ്, 2 പർപ്പസ് ഓറിയന്റഡ്. 2 വിധത്തിലുള്ള പിരമിഡ് സ്ഥാപനമുണ്ട്. ലൊക്കേഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ അതും എങ്ങനെയാണെന്ന് ഈ പിരമിഡ് എനർജൈസേഷൻ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുക, അത് പഠിക്കണം. എന്താണ് ലൊക്കേഷൻ ഓറിയന്റഡ്, എന്താണ് പർപ്പസ് ഓറിയന്റഡ്, അതിൻ്റെ വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പിരമിഡ് എനർജൈസേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കണം. ഓഫ്ലൈൻ ക്ലാസ്സിലുണ്ട്. അതിൻ്റെ വ്യത്യാസം ജസ്റ്റ് ഒന്ന് പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല, എന്നാലും ഒന്ന് അത് പറയാം. വാട്ട്സ് ദ ഡിഫറൻസ്, ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഓറിയന്റഡും പർപ്പസ് ഓറിയന്റഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ലൊക്കേഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് ഈ പിരമിഡ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂല, അല്ലെങ്കിൽ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത്, അല്ലെങ്കിൽ കിഴക്ക് വശത്ത്, അല്ലെങ്കിൽ മധ്യം ബ്രഹ്മസ്ഥാനത്ത്, മധ്യത്തിൽ. അപ്പോൾ എവിടെയാണ് അത് നമ്മൾ നേരത്തെ അതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ നേരത്തെ നമ്മളോട് ഒരു പിരമിഡ് എനർജൈസ് ചെയ്യുന്നതിന് മുമ്പേ ആ പിരമിഡ് എവിടെ ഉപയോഗിക്കാനാണ് നമുക്കറിയാം. വെറുതെ എല്ലായിടത്തും എവിടെയായാലും ഒരു പിരമിഡ് കുറേ എനർജൈസ് വെച്ചിട്ട് ഒരിടത്ത് അങ്ങനെ ചെയ്യാവില്ല. ഏത് സ്ഥലത്തേക്കാണോ നമ്മളത് ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം പിരമിഡ് എനർജൈസ് ചെയ്യാൻ. അപ്പോൾ ആ പിരമിഡ് എനർജൈസ് ചെയ്യുമ്പം ലൊക്കേഷൻ ഓറിയന്റഡ് എനർജൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കന്നിമൂലയിലേക്കാണ് സ്ഥാപിക്കുന്നതെങ്കിൽ കന്നിമൂലയ്ക്ക് അനുസരണമായിട്ടുള്ള എനർജൈസേഷൻ വേണം. അത് വായുമൂല അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറിനാണ് വായുമൂല എന്ന് പറയുന്നത്. വടക്ക് പടിഞ്ഞാറ് വായുമൂലയിലാണ് നമ്മൾ അവിടെ വയ്ക്കാൻ, ഏതെങ്കിലും ഒരു വീട്ടിൽ ആ വീടിൻ്റെ വായുമൂലയിലാണ് നമ്മൾ ഈ പിരമിഡ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എനർജൈസ് ചെയ്യണം. അപ്പോൾ എവിടെയാണ്, അതാണ് ലൊക്കേഷൻ ഓറിയന്റഡ്.
ഏത് ലൊക്കേഷനിലാണോ നമ്മൾ ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആ പിരമിഡിനെ എനർജൈസ് ചെയ്യുന്നതിനാണ് ലൊക്കേഷൻ ഓറിയന്റഡ് എനർജൈസേഷൻ. പർപ്പസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഏത് പർപ്പസിന് വേണ്ടിയാണ്, അത് ആ ഒരു പർപ്പസിന് വേണ്ടി ഏത് വീട്ടിലായാലും തെക്ക് കിഴക്കായാലും വടക്ക് പടിഞ്ഞാറായാലും എവിടെയായാലും പർപ്പസ് ഓറിയന്റഡ് എനർജൈസേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പിന്നെ സ്റ്റെയർ കേസ് കറക്ഷൻ പിരമിഡ് ഉണ്ട്. സ്റ്റെയർ കേസ് ഇപ്പം തെറ്റായ ദിശയിൽ അല്ലെങ്കിൽ തെറ്റായ സ്ഥാനത്ത് സ്റ്റെയർ കേസ് വരുന്നു. നമ്മൾ ഇവിടെ ഇത് പഠിക്കുമ്പോൾ ഏതൊക്കെ സ്ഥാനത്ത് സ്റ്റെയർ കേസ് വരുന്ന നല്ലതാണ്, ഏതൊക്കെ സ്ഥാനത്ത് സ്റ്റെയർ കേസ് വരാൻ പാടില്ല, ഇതൊക്കെ ശുഭ അശുഭ സ്ഥാനങ്ങൾ എന്ന് പറയും. ബേസിക് കോഴ്സിൽ തന്നെ ഉണ്ട് ശുഭ അശുഭ സ്ഥാനങ്ങൾ. ഓരോ കാര്യത്തിനും നല്ല സ്ഥാനം ഏതാണ്, മോശമായ സ്ഥാനം, ശുഭമായ സ്ഥാനം ഏതാണ്, അശുഭമായ സ്ഥാനം ഏതാണ്, ശുഭ അശുഭ സ്ഥാനങ്ങൾ. അപ്പൊ അതിപ്പം സ്റ്റെയർ കേസിന് ഏതൊക്കെ സ്ഥാനം ശുഭമുണ്ട്. ശുഭമായ സ്ഥാനത്ത് സ്റ്റെയർ കേസ് വന്നാൽ ഒന്നും ചെയ്യണം, നല്ലതാണ്. സോ അശുഭമായ സ്ഥാനത്ത് സ്റ്റെയർ കേസ് വന്നാൽ, ഉദാഹരണത്തിന് സ്റ്റെയർ കേസ് വരുന്നത് ഈശാന മൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലാണ്, നോർത്ത് ഈസ്റ്റ് കോർണറിൽ സ്റ്റെയർ കേസ് ഒന്നും നല്ലതല്ല. അപ്പൊ അത് പൊളിച്ചു മാറ്റാൻ ഏറ്റവും നല്ലത് ബൈ കൺസ്ട്രക്ഷൻ നമ്മളത് കറക്റ്റ് ചെയ്യുകയാണ്. അത് കൺസ്ട്രക്ഷനിൽ കറക്റ്റ് ചെയ്യാൻ ആ സ്റ്റെയർ കേസ് പൊളിച്ചു കളയുക. ആ സ്റ്റെയർ കേസ് പൊളിച്ചു കളഞ്ഞിട്ട് സ്റ്റെയർ കേസ് ചെയ്യാവുന്ന സ്ഥലത്ത് പുതിയ സ്റ്റെയർ കേസ് വയ്ക്കുക. സ്റ്റെയർ കേസിന് പക്ഷെ അതൊക്കെ നമ്മൾ പറയാനുള്ളത് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും വരും, അതിന്റെ സൗകര്യങ്ങൾ കുറെ. കാരണം ഒരു സ്റ്റെയർ കേസ് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് പൊട്ടിച്ചിട്ട് വേറെ സ്ഥലത്ത് സ്റ്റെയർ കേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മുകളിലോട്ട് കയറുന്ന അവിടെ റൂഫിൽ നമ്മൾ സ്റ്റെയർ കേസ് കയറുന്ന ഭാഗം റൂഫില്ല, അവിടെ ആ ഇടയ്ക്ക് ഇത് റൂഫല്ല, താഴത്തെ നിലയുടെ മുകളിൽ ഒരു കട്ടിങ് ആയിരിക്കും മുകളിലോട്ട് കയറുന്ന ഭാഗം. അപ്പൊ ഈ അവിടുത്തെ സ്റ്റെയർ കേസ് മാറ്റുമ്പോൾ അവിടെ ഫില്ല് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേറെ സ്ഥലത്ത് സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ അവിടെ മുകളിൽ പൊട്ടിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ അല്ല, അതിൻ്റെതായ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കുറച്ച് ഇതാണ്. പക്ഷെ എന്നാലും അതാണ് ഏറ്റവും നല്ലത്. ചെയ്യാമെങ്കിൽ കുറച്ച് എക്സ്പെൻസ് വരും, കുറച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും, എന്നാലും അങ്ങനെ ചെയ്യുന്നതാണ് 100% റിസൾട്ട് വരുന്നത്. പക്ഷെ അത് അങ്ങനെ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഈ പിരമിഡ് കൊണ്ടൊക്കെ അപ്പൊ അതനുസരിച്ച് അപ്പം സ്റ്റെയർ കേസിന്റെ സ്ഥാനദോഷത്തിന് പരിഹാരമായിട്ടുള്ള എനർജൈസേഷന് പർപ്പസ്, അവിടെ പർപ്പസ് എന്തിനാണ്, സ്റ്റെയർ കേസിന്റെ ഡയറക്ഷൻ തെറ്റിയത് കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജി അതിനെ പിന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ തക്കവണ്ണമുള്ള അതാണ് പർപ്പസ്. ഏത് ദോഷമാണോ അതിനെ, അതായത് ഇപ്പൊ മിസ്സിംഗ് കോർണർ പിരമിഡ് എന്ന് പറയും. ഏതെങ്കിലും ഒരു കോർണർ മിസ്സിംഗ് ആണ്, ഇപ്പൊ കന്നിമൂല മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ വായുമൂല, നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറാണ് വായുമൂല, ഒരു വീടിന് വായുമൂലയില്ല, ആ മൂലയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പൊ ആ മൂല വെക്കുന്നതിന് ഏത് കോർണറാണോ അതിന് നമുക്ക് ലൊക്കേഷൻ ഓറിയന്റഡ് ഉണ്ട്. അതുകൂടാതെ പർപ്പസ് പറഞ്ഞാൽ മൂല മിസ്സിംഗ് ആയതുകൊണ്ടാണ് വെക്കുന്നത്. ആ മൂല തന്നെ വേറെ വല്ല കാര്യങ്ങൾക്കും വെച്ചെന്ന് പറയും. ഇതല്ല, ആ മൂല ഇല്ല, മിസ്സിംഗ് കോർണർ. ആ മിസ്സിംഗ് കോർണർ അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് അപൂർണമായ മൂല എന്ന് പറയും. അപ്പൊ അപൂർണമായ മൂലയ്ക്ക് നമ്മൾ അവിടെ പിരമിഡ് വെക്കേണ്ടി വരും. അപ്പൊ ആ പിരമിഡ് നമ്മള് പിന്നെ പർപ്പസ് എന്ന് പറയുന്നത് മൂല ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അത് ആ പർപ്പസ് അതാണ്, മൂലയില്ലാതെ. അപ്പൊ അത് പർപ്പസ് ഓറിയന്റഡ് ആണ്. അതാണ് ഏത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് എന്ന് പറഞ്ഞാൽ പിരമിഡ് എനർജൈസ് ചെയ്യാൻ പറ്റും. സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, പെരിമീറ്റർ ചുറ്റളവ്. സർക്കംഫറൻസ് കറക്ഷൻ, ചുറ്റളവിൽ ഉണ്ടാകുന്ന ദോഷം പരിഹരിക്കുക. സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ്, അതായത് ചുറ്റളവിലുള്ള ദോഷം പരിഹരിക്കാനായിട്ട് പിരമിഡ് കൊണ്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പിരമിഡ് നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ് സർക്കംഫറൻസ് കറക്റ്റ് ചെയ്യുകയാണ്. അത് വേറെ കാര്യത്തിൽ അതിനുവേണ്ടി എനർജൈസ് ചെയ്ത പിരമിഡ് വേറെ കാര്യത്തിൽ ഉപയോഗിക്കാൻ ഒക്കില്ല. അപ്പൊ നമ്മളപ്പോ ഒരു വീട്ടിലെ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് എത്ര എണ്ണം വേണം, എവിടെയൊക്കെ വേണമെന്നൊക്കെ നേരത്തെ മനസ്സിലാക്കി അത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് നമ്മൾ എനർജൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ അപ്പൊ അതാണ് പർപ്പസ് ഓറിയന്റഡ് ആൻഡ് ലൊക്കേഷൻ ഓറിയന്റഡ്. രണ്ടു വിധത്തിലുള്ള എനർജൈസേഷൻ ഉണ്ട്. ഏത് സ്ഥാനത്താണോ ദിശ അല്ലെങ്കിൽ വടക്ക കിഴക്ക പടിഞ്ഞാറ വടക്ക് കിഴക്ക് അങ്ങനെ എവിടെയാണോ നമ്മൾ വെക്കുന്നത് അതനുസരിച്ച് ലൊക്കേഷൻ ഓറിയന്റഡ് എനർജൈസേഷൻ ഉണ്ട്. ഏത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ ആ പിരമിഡ് ഉപയോഗിക്കുന്നത് ആ പർപ്പസ് അനുസരിച്ച് തന്നെ എനർജൈസ് ചെയ്യും. രണ്ടും കൂടെ ചിലപ്പോൾ ഒരു പിരമിഡിൽ ചെയ്യേണ്ടി വരും. ഒരു പിരമിഡിൽ തന്നെ ലൊക്കേഷനും കന്നിമൂലയിലാണ് വെക്കുന്നത്, കന്നിമൂലയിൽ ഒരു കട്ടിങ് ഉണ്ട്, അതില്ല. അപ്പൊ കന്നിമൂലയുടെ ലൊക്കേഷൻ ഓറിയന്റഡും വേണം, മിസ്സിംഗ് കോർണറിനുള്ള പർപ്പസ് ഓറിയന്റ്, രണ്ടും കൂടെ എനർജൈസ് ചെയ്യേണ്ടി വരും. ഒരേ പിരമിഡിനെ രണ്ട് കാര്യങ്ങൾക്ക് എനർജൈസ് ചെയ്യേണ്ടി വരും. അതും ഈ കാര്യങ്ങളൊക്കെ ഈ പിരമിഡ് എനർജൈസേഷൻ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ അറിയാം, ഇങ്ങനെ ഉണ്ട്, പിന്നെ പർപ്പസ് ഓറിയന്റഡ് ഉണ്ട്, ലൊക്കേഷൻ ഓറിയന്റഡ്, ഇങ്ങനെ മനസ്സിലാക്കാമെന്നല്ലാതെ അത് നേരെ നിങ്ങൾ തന്നെ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഈ കോഴ്സ്, അത് ഈ വാസ്തു ആചാര്യ കോഴ്സിൽ മാത്രമേ പിരമിഡ് എനർജൈസേഷൻ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ, അത് നിങ്ങളെ കൊണ്ട് തന്നെ എനർജൈസ് ചെയ്യിക്കും. ആ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ഓരോരുത്തർക്കും ഓരോ പിരമിഡ് തന്നിട്ട് ആ പിരമിഡ് നിങ്ങൾ തന്നെ എനർജൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും, എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാവും, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യണം.
അപ്പോൾ അങ്ങനെ പിരമിഡ് എനർജൈസേഷൻ അതിന് രണ്ട് വിധത്തിലുള്ള ലൊക്കേഷൻ ഓറിയന്റഡ് ആൻഡ് പർപ്പസ് ഓറിയന്റഡ് ആ എനർജൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഇത് വരുന്നത് പിന്നെ ഞാൻ നേരത്തെ രത്ന ഇൻസ്റ്റലേഷൻ, രത്നങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ എനർജൈസ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങൾ, അത് എങ്ങനെ സ്ഥാപിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതും ഈ പിന്നെ രത്നാനഞ്ച് ഞാൻ പറഞ്ഞു 2 ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. മറ്റേ പിരമിഡ് എനർജൈസേഷൻ 1 ദിവസത്തെ 1 ഡേ കോഴ്സാണ്. മിക്കവാറും സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ രാവിലെ ഒരു വൈകിട്ട് വരെ ആയിരിക്കും. ഇതാണെങ്കിൽ 2 ഡേ ഓഫ്ലൈൻ കോഴ്സാണ്, രത്നസ്ഥാപനം. അതിൻ്റെ എനർജൈസേഷനും അതിൻ്റെ മന്ത്രങ്ങളൊക്കെ പഠിക്കും. അത് പ്രത്യേക ഒരു കോഴ്സുണ്ട്. അപ്പം ഇങ്ങനെ 2 ഓഫ്ലൈൻ കോഴ്സും അത് നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് ഈ 2 കോഴ്സ്. കാരണം ഈ രത്ന എനർജൈസേഷനോ അല്ലെങ്കിൽ പിരമിഡ് എനർജൈസേഷനോ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ അത് ചെയ്താൽ ഒരിക്കലും ശരിയാവില്ല എന്നാണ്. കാരണം അത് പ്രത്യേകമുണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിന് വേണ്ടിയുള്ള നിങ്ങൾക്കുള്ള ഒരു പിന്നെ ഇത് കിട്ടി, അത് സർട്ടിഫിക്കറ്റ് ഒന്നും അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അതിന് വേറെ സർട്ടിഫിക്കറ്റ് പ്രത്യേകം കിട്ടും. ഇതിനൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകത്തെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് അല്ല അവിടെ കാര്യം, അതിൻ്റെ ആ അറിവ്, നിങ്ങൾക്ക് അത് എത്രത്തോളം ചെയ്യാനുള്ള ആ അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് കാര്യം. ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പം അല്ലാതെ ചിലപ്പോൾ കിട്ടിയതൊക്കെ വരാം. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ഒരു പ്രസിൽ പോയി സർട്ടിഫിക്കറ്റ് അച്ചടിച്ചിട്ട് 2 പേരുടെ ഒപ്പിട്ടുണ്ട്, എന്തെല്ലാം നടക്കുന്നുണ്ട് ലോകത്ത്. നമുക്ക് എടുത്ത് ഏതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് ചില പരിചയമുള്ള പ്രസുകാരെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവരടിച്ച് എങ്ങനെ നമ്മൾ എഴുതുന്നു അതുപോലെയൊക്കെ അടിച്ചു തരും. 2 ഒപ്പ് നമുക്ക്, ഈ ഒപ്പൊക്കെ ആർക്ക് പലരും നോക്കാറില്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇവിടെ, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മെയിൻ ഇത് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നോ പരീക്ഷ എഴുതണമെന്നോ പരീക്ഷയ്ക്ക് അതൊന്നും അല്ല. പരീക്ഷ ഇതിനുണ്ട്. എല്ലാ ഇതിന് പ്രത്യേക ഒരു എക്സാമിനേഷൻ ഇല്ല. കാരണം ഈ അതാണ് പിന്നെ വാസ്തു ആചാര്യ കോഴ്സിന് എക്സാമിന് പരീക്ഷ ഒന്നുമല്ല. അത് കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അത് പരീക്ഷ ചെയ്യുന്നില്ല. കാരണം അത് പ്രാക്ടിക്കലാണ്, അത് തിയറി അല്ല അതിനകത്ത് കൂടുതലുള്ളത്. കാരണം തിയറിക്കാണ് കൂടുതൽ നമ്മൾ പരീക്ഷ വെച്ച് എഴുതിയൊക്കെ എടുക്കുന്നത്, തിയറിക്കുള്ളതാണ്. അത് ബേസിക് കോഴ്സിനും പരീക്ഷയുണ്ട്. പിന്നെ അതായത് ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സ്, ഡിപ്ലോമ കോഴ്സിനും പരീക്ഷയുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിനും പരീക്ഷയുണ്ട്. പക്ഷെ വാസ്തു ആചാര്യ കോഴ്സിന് പ്രത്യേകിച്ച് പരീക്ഷയില്ല. അതിന് ഈ 2 ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. പിന്നെ അല്ലാതെ ഓൺലൈൻ ക്ലാസ് വൺസ് ഇൻ എ മന്ത്, ഒരു മാസത്തിൽ ഒരു ദിവസം വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാധാരണ ചെയ്യേണ്ടി വരുന്ന ഒരു വീട്, പുതിയതായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഉള്ള ചില എന്തുവാ സാധാരണ കാണാത്ത ചില ഇതൊക്കെ വരും. നമ്മളൊരു ഫോമുലയുടെ കാര്യം പറഞ്ഞു, ആ ഫോമുല പല വിധത്തിൽ അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് സെയിം ഫോമുല എങ്ങനെ പല വിധത്തിൽ അപ്ലൈ ചെയ്യാം, ഇതൊക്കെ തിയറി ക്ലാസ്സിൽ നമുക്ക് ഈ വൺസിനെ മന്ത് തിയറി ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വേറെ പ്രത്യേകിച്ച് സമയത്തായി 9:10. ഓക്കെ. അപ്പോൾ ഇനി അത് ഞാൻ ജസ്റ്റ് ഒരു എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ എക്സാമ്പിൾ, അത് കംപ്ലീറ്റ് നിങ്ങൾ ഒന്ന് കാണിക്കുന്ന വരച്ചോളൂ. ഞാനത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ബുക്കോ പേനയോ എല്ലാം ഉണ്ടെങ്കിൽ എടുത്തോളുക. ഇത് പാങ്ങാപ്പാറ എന്നുള്ള സ്ഥലത്ത് ഒരു അജയകുമാർ എന്നൊരു ക്ലയന്റിന് വേണ്ടി ചെയ്തതാണ്. ഇത് ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാമോ? അജയകുമാർ പാങ്ങാപ്പാറ എഴുതുന്ന എല്ലാവരും കാണാമോ? ഓക്കെ. അപ്പം പിന്നെ ആ ഒരു ക്ലയന്റിന് വേണ്ടി ചെയ്ത വർക്കാണ് ഇപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത്. അത് ചെയ്യുന്ന അതിൻ്റെ അവസാനത്തൊക്കെ നിങ്ങൾക്ക് അടുത്ത വേറൊരു തിയറി ക്ലാസ്സിൽ അത് കാണിക്കാം. പക്ഷെ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളിവിടെ നിന്ന് വരയ്ക്കുക, ഇതിനകത്ത് വരയ്ക്കുകയാണ് നിങ്ങളിവിടെ വരയ്ക്കുക. ഇത് സൈറ്റ് ഡ്രോയിങ് ആണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. കാരണം ആ സൈറ്റ് നമ്മൾ ആദ്യം പോയി നോക്കി, എന്നിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തു. ആ മെഷർമെൻറ്റും ആ സൈറ്റ് ഡ്രോയിങ് നമ്മളിപ്പോൾ കാണിക്കുകയാണ്. സ്കെയിലല്ല, ഈ വരച്ചിരിക്കുന്ന സ്കെയിലല്ല. നിങ്ങൾ വരച്ചോളുക. വരയ്ക്കാൻ സമയം തരാം.
ഇതാണ് ആ പ്ലോട്ട്. ഇതൊന്ന് വരച്ചോളൂ. ഇപ്പൊ അതിൻ്റെ ഷേപ്പ് ഒരു കിട്ടിയല്ലോ. അപ്പൊ ഇതൊന്ന് വരയ്ക്കുക. ആ വഴി കാണുന്ന വഴി പോലെ കാണുന്ന റോഡാണ്. കയ്യിൽ നിന്ന് ഇനി വരുന്ന തിയറി ക്ലാസ്സിൽ വരുമ്പോൾ കളർ പെൻസിലൂടെ കളർ പേനയോടെ കൊണ്ടുവരിക. ഒരു ചുവപ്പ് ഒരു പച്ചയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വരച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. വരച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക, കഴിഞ്ഞില്ല എന്ന് പറയുക. അങ്ങനെ അടുത്തതിലോട്ട് പോവുകയാണ്. ഓക്കെ. ഇതിൻ്റെ ഡയഗല്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് വരയ്ക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ രണ്ട് ഡയഗല്ലും എടുക്കണം. ആ പ്ലോട്ടിൻ്റെ 5 വശങ്ങളുണ്ട്. ആ പ്ലോട്ടിന് നോക്കാം. 5 വശങ്ങളുണ്ട്. ശരിക്കും ഒരു പ്ലോട്ട് 4 വശമേ ആകാവൂ. അത് നമ്മൾ ഇതിനെ 4 വശമാക്കി മാറ്റും. അത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതിനെ 3 ട്രയാങ്കിളായിട്ട് നമുക്കത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം പ്രത്യേകം. അത് ഏറ്റവും പ്രധാനമാണ്. വാസ്തുവിൽ പ്ലോട്ടിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് നോക്കണം. ഇപ്പൊ ഇവിടെ ചുമന്ന ലൈൻ കാണുന്നത് ആ സൈഡിലും താഴത്തെ ഭാഗത്ത് ഈ 2 സൈഡും ആ പ്ലോട്ടിന്റെ അവിടെ നെഗറ്റീവ് എനർജി നല്ലവരുണ്ടായിരുന്നു. അത് നമ്മൾ പെൻഡുലം ഡൗസിങ്ങിൽ കൂടിയാണ്. പെൻഡുലം ഡൗസിങ് നിങ്ങൾ ഇവിടെ ഈ കോഴ്സിൽ പഠിക്കില്ല. നിങ്ങൾ പ്രത്യേകം പെൻഡുലം ഡൗസിങ് പഠിപ്പിക്കുന്നിടത്ത് പോയി പെൻഡുലം ഡൗസിങ് പഠിക്കണം. അത് സംസ്കൃത കോളേജിൽ പെൻഡുലം ഡൗസിങ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഓഫ്ലൈൻ ആയിട്ടാണ്. അതുപോലെ വേറെയും കാണാം പെൻഡുലം ഡൗസിങ് പഠിപ്പിക്കുന്ന. ഇവിടെ പിന്നെ ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന, അതായത് പിന്നെ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയാണ് ഇപ്പൊ ഈ കോഴ്സ്. അവിടെ തന്നെ പെൻഡുലം കോഴ്സുണ്ട്, പെൻഡുല ശാസ്ത്രം പഠിപ്പിക്കുന്ന കോഴ്സുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. അപ്പോൾ അത് പെൻഡുലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്ലോട്ടിന്റെ ഈ 2 സൈഡ്, അതായത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള കാണിച്ചു തരാം. ഈ 2 സൈഡിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചുമന്ന ലൈൻ ഇട്ടേക്കുന്നത്. നെഗറ്റീവ് എനർജി ഫൗണ്ട്. ഈ 2 സ്ഥലങ്ങളും ആ ചുവന്ന ലൈൻ ഇട്ടേക്കുന്ന 2 ഭാഗത്തും നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്യണം. ആദ്യ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പം നമ്മൾ എവിടെയെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് ഭാഗത്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം അത് കാണും. ഈ 2 ഭാഗത്തും, മറ്റേ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു, ഈ 2 ഭാഗത്തും ശരിക്കും നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇതാണ് നോർത്ത്. ആ എൻ എഴുതിയേക്കുന്ന നോർത്താണ്. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ഇത്രയും വരച്ചു കാണുന്ന വിചാരിക്കുന്നു. വരച്ചില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. അടുത്തതിൻ്റെ ഇത് റോഡാണ്. ഞാൻ ഒരു ആരോ ഇട്ടേ, ദിസ് സൈഡ് പാരലൽ ടു NS ഞാൻ നോർത്ത് സൗത്ത്. അതായത് ഈ പ്ലോട്ടിന്റെ ഈസ്റ്റിൽ കാണുന്ന ആ ലൈൻ, ആ വഴിയുടെ പടിഞ്ഞാറ് വശമുള്ള ആ ഒരു ലൈന്, അത് കറക്റ്റ് നോർത്ത് സൗത്ത് ആണ്. 1 ഡിഗ്രി പോലും ചരിവില്ല. അത് നമ്മൾ ചരിവുണ്ടെങ്കിൽ ആ ചരിവ് എത്ര നമ്മൾ നോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു വശത്തെ ചരിവ് അറിയാമെങ്കിൽ ഈ ഡയഗണലിലെല്ലാം മെഷർമെന്റും അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സൈഡും കിട്ടും. അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുത്താൽ മതി. അല്ല, ഡീവിയേഷൻ നോർത്ത് സൗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റിൽ നിന്നോ എത്ര ആംഗിൾ ചരിവുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഈ കേസിൽ അതില്ല. അതാണ് ദിസ് സൈഡ് പാരലൽ ടു NS എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്തിന് പാരലൽ. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ആദ്യത്തെ ദിവസം സൈറ്റ് ഡ്രോയിങ് പോകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ഇത് റോഡാണ്. മറ്റേ മെയിൻ റോഡ്, മറ്റേ അപ്പൊ ഇത് ഈ പ്ലോട്ടിന്റെ കിഴക്ക് വശത്ത് റോഡുണ്ട്, വടക്ക് വശത്ത് റോഡുണ്ട്. ഇതിന്റെ മെഷർമെന്റ് എഴുതിക്കൊള്ളുക. ആ കിഴക്ക് വശത്തെ നീളമാണ് 1530 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ഇതിനകത്ത് എഴുതിയിട്ടില്ല, സെന്റിമീറ്റർ ആണ്. 1530 സെന്റിമീറ്റർ ആണ് ആ ഈസ്റ്റ് സൈഡിലെ നീളം. അതുപോലെ 880 വടക്ക് വശത്ത് ആ മോളിൽ കാണുന്ന ഭാഗം 880 സെന്റിമീറ്റർ ആണ്. അത് താഴെ കാണുന്ന 650 ആണ്. സ്കെയിലല്ലാത്തതുകൊണ്ട് രണ്ടും ഒരുപോലെയൊക്കെ തോന്നും. ഞാൻ സ്കെയിലല്ല വരച്ചത്. പടം വരയ്ക്കാൻ ഇത് മതി. ശരിക്കും നമ്മൾ കറക്റ്റ് പിന്നെ അതിന്റെ സ്കെയിൽ തന്നെ വരയ്ക്കണം. ശരിയായിട്ട് വരയ്ക്കുമ്പോൾ ഓരോന്നും ആ സ്കെയിൽ വരയ്ക്കാൻ പറ്റും. ആ ഡയഗണലിൽ കൂടെ കിട്ടിയോണ്ട് നമുക്ക് കറക്റ്റ് സ്കെയിൽ വരയ്ക്കാൻ പറ്റും. ഇത് 650, ഈ സൈഡ് 1520, തെക്ക് വശം 1550 എല്ലാം സെന്റിമീറ്റർ ആണ്.
ഇത് ഡയഗലിന്റെ നീളം 1690 1960. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്ലോട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും, സ്കെയിൽ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. മുകളിലത്തെ കറക്റ്റ് നോർത്ത് സൗത്ത് ആണ്. അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ട് ബാക്കിയുള്ള സൈഡിലെല്ലാം ഡിഗ്രി എത്രയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആദ്യം സൈറ്റ് വിസിറ്റ് പോകുമ്പോൾ നമ്മൾ മെഷർമെന്റ് എടുത്ത് ഇതിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാൻ ശരിയാണെന്ന് ചെക്ക് ചെയ്യണം. കാരണം പലരും പ്ലാൻ അത്ര കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. അത് ചിലര് ഈ പ്ലാൻ എടുക്കുന്നത് മതിലിന്റെ വെളിയിലായിരിക്കും എടുക്കുന്നത്, ചിലരുടെ അകത്തായിരിക്കും, ചിലരുടെ മധ്യത്തിലായിരിക്കും, ചില അങ്ങനെയൊക്കെ അതൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് എടുക്കുമ്പം ഇൻസൈഡാണ് എടുക്കുന്നത്. നമ്മൾ വാസ്തുവിന് എടുക്കുന്ന അവിടെ മതിലുണ്ടെങ്കിൽ, അപ്പൊ ഈ പ്ലോട്ടിന്റെ 4 വശവും മതിലുണ്ടെങ്കിൽ ആ മതിലിന്റെ ഇൻസൈഡുള്ള അളവ് വേണം എടുക്കുക. കാരണം മതിൽ വരുന്നത് മതിലിന്റെ അവിടെ വെച്ച് അതിനകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ അതാണ് നമ്മുടെ വാസ്തു മണ്ണ്. നമ്മൾ ഇത് വാസ്തുവിന്റെ സൈഡ്, ഇത് പ്ലോട്ടാണ്, വീടിന്റെ ഒന്നും അല്ല, ഇത് പ്ലോട്ടാണ്. ആ പ്ലോട്ടിന്റെ 4 വശങ്ങളും 5 വശങ്ങളുണ്ട് ഇതിന്. ആ 5 വശങ്ങളും 2 ഡയഗണലും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ മതിലുണ്ട്, മതിലിന്റെ അകത്തെ മെഷർമെന്റ് ആണ്, ഇൻസൈഡ് മെഷർമെന്റ്സ് ആണ്. നമുക്ക് വാസ്തുവിന് ഇൻസൈഡ് മെഷർമെന്റ് ആണ് വേണ്ടത്. അഥവാ ഔട്ട്സൈഡ് മെഷർമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഭിത്തിയുടെ ഘനം മനസ്സിലാക്കിയിട്ട് ഇൻസൈഡ് മെഷർമെന്റ് നമ്മൾ ഇൻസൈഡ് വരയ്ക്കണം, എന്നിട്ട് അതിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇടുന്ന ബിഗസ്റ്റ് റെക്ടാങ്കിൾ വരയ്ക്കണം. ബിഗസ്റ്റ് റെക്ടാങ്കിൾ പാരലൽ ടു ദി കാർഡിനൽ ഡയറക്ഷൻ ആണ് ഏറ്റവും നല്ലത്. എപ്പോഴും സാധിച്ചെന്ന് വരില്ല. കാർഡിനൽ ഡയറക്ഷൻ നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് നാലുമാണ് കാർഡിനൽ ഡയറക്ഷൻ. ഈ കാർഡിനൽ ഡയറക്ഷന് ഇപ്പൊ മുകളിലത്തെ ആ 1530 റോഡിന്റെ 1530 ഇടയ്ക്ക് ഒരു വര, ആ ലൈന് കറക്റ്റ് നോർത്ത് സൗത്ത് ആണ്. അപ്പൊ അത് ആ ലൈൻ പാരലൽ ടു ദി കാർഡിനൽ ഡയറക്ഷൻ ആണ്, നോർത്ത് സൗത്ത് ഡയറക്ഷന് പാരലായിട്ടാണ് അത് വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അത് ഒരു സൈഡായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കണം. ഇതിനകത്ത് കൊള്ളുന്ന, ഇതിന് വെളിയിൽ പോകാൻ പാടില്ല, ഇതിനകത്ത് കൊള്ളുന്നത്, അതാണ് അടുത്തായിട്ട് വരയ്ക്കുന്നത്. അത് അടുത്ത ഒരു പടമായിട്ട് എടുക്കാം. ഇത് വരച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് മാറ്റുകയാണ്, അടുത്ത പേജ് എടുക്കാം. ഇത് കൂടെ വരച്ചോളൂ. ഇത് മാറ്റി വേറെ ഡ്രോയിങ് വരയ്ക്കണം താഴെയായിട്ട്. ഇവിടെ നമ്മൾ സൈഡ് ഡ്രോയിങ് ആണെങ്കിലും അതിന്റെ ബിഗസ്റ്റ് റെക്ടാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ പ്രോസസ് അതാണ്. ആദ്യം കംപ്ലീറ്റ് ഡ്രോയിങ് വരയ്ക്കുക, സൈഡ് ഡ്രോയിങ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ പ്ലോട്ടിൽ കൊള്ളുന്ന ബിഗസ്റ്റ് റെക്ടാങ്കിൾ അത് കാർഡിനൽ ഡയറക്ഷന് പാരലായിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്ര ചരിവുണ്ടെന്നുള്ളത് നമ്മൾ കോമ്പസ് വെച്ച് കണ്ടുപിടിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇതാണ് നമ്മുടെ പ്ലോട്ടാണ്. ഇത് ബിഗസ്റ്റ് റെക്ടാങ്കിളിന്റെ ഓരോ വശങ്ങളാണ്. ഇവിടെ ഈ ഇപ്പൊ താഴെ പടിഞ്ഞാറ് വശവും അതുപോലെ തെക്ക് വശവും ചെറിയ വ്യത്യാസം. പ്ലോട്ടിന്റെ സൈഡും മറ്റ് ആക്ച്വൽ പാരലറ്റ് കാർഡിനൽ ഡയറക്ഷനുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്, നോക്കിയാൽ അറിയാം. ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത്. അപ്പൊ ആ 4 ഉള്ളവർ നടുക്ക് കിട്ടിയ റെക്ടാങ്കിൾ ഉണ്ട്. അതിന്റെ 4 വശവും മോൾ വശം കറക്റ്റ് ഈസ്റ്റിന് പാരലാണ്, താഴ്വശം റെക്ടാങ്കിളിന്റെ താഴ്വശം മറ്റേ വെളിയിൽ കാണുന്നതല്ല, വെസ്റ്റിന് പാരലാണ്. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈ 4 ദിശകൾക്കും പാരലായിട്ടാണ് ആ ലൈൻ വരുന്നത്. അതിന്റെ ഡയമെൻഷൻ നമുക്ക് അവിടെ എഴുതാം. ആ അകത്തുള്ളത് 1312 ആണ്. അതായത് ആ റെക്ടാങ്കിളിന്റെ എഴുതിയിരിക്കുന്നത്, ആ റെക്ടാങ്കിളിന്റെ. അതുപോലെ റെക്ടാങ്കിളിന്റെ സൗത്ത് സൈഡ് 1497. അത് നമ്മൾ ഡ്രോയിങ് വരച്ച് കണ്ടുപിടിക്കുന്നതാണ്, പ്ലോട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്നതല്ല. പ്ലോട്ടിൽ നിന്ന് ആദ്യം സൈഡ് ഡ്രോയിങ് എടുക്കും, അത് വെച്ചിട്ട് നമ്മൾ ആ ഡ്രോയിങ് വരച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ബിഗസ്റ്റ് റെക്ടാങ്കിൾ വരയ്ക്കുന്നത്. ഈ ബിഗസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏത് വശം നമ്മൾ മാറ്റിയാലും നമ്മുടെ പ്ലോട്ടിന് വെളിയിൽ പോകും. അതാണ് അത് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇത് നോക്കുക. അപ്പൊ ഈ ഒരു വശം, ഈ കിഴക്ക് വശം, ഈ 1312, ഇത് നമ്മൾ കിഴക്കോട്ട് മാറ്റി നിൽക്കട്ടെ. ഇങ്ങനെ മാറ്റുകയാണെങ്കിൽ റോഡിലോട്ട് കയറി വരും. റോഡിന്റെ വീതി കുറയ്ക്കാൻ ഒക്കില്ല, അവരെ റോഡ് അങ്ങനെ കിടക്കണം. അപ്പൊ അവിടെ നമുക്ക് മാറ്റാൻ ഒക്കില്ല, വെളിയിലോട്ട് മാറ്റാൻ ഒക്കില്ല. 1312 കിടക്കുന്ന ഏറ്റവും കിഴക്കേ അറ്റമാണ്. അപ്പൊ അത് മാറ്റാൻ ഒക്കില്ല. അതുപോലെ ഈ താഴ്വശം
ഈ 1312 തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. അതും നമുക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് നോക്കുക. ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശം നോക്കുക. ഇടതുവശത്ത് നമ്മുടെ പ്ലോട്ടിന് വെളിയിൽ പോയി, അത് കാണാമല്ലോ. നമ്മുടെ പ്ലോട്ട് അങ്ങനെ വെളിയിൽ, നമ്മുടെ അടുത്ത റോഡിലോട്ട് കയറി നമുക്ക് മതിൽ വെട്ടാനും നോക്കില്ല. അപ്പൊ അങ്ങനെ വയ്ക്കുക. അപ്പൊ അതും ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് ഈ സൈഡ് പടിഞ്ഞാറോട്ടും കൊണ്ടുവരാക്കില്ല, ഈ സൈഡ് കിഴക്കോട്ടും വരാക്കില്ല. ഇനി സൗത്ത് സൈഡ് നോക്കുക, റെക്ടാങ്കിളിന്റെ ആ സൗത്ത് സൈഡ് കുറച്ച് സൗത്തിലോട്ട് മൂവ് ചെയ്ത് നോക്കുക. അത് വെളിയിൽ ചാടി, കണ്ടോ, വെളിയിൽ പോയി. അപ്പൊ അത് തെക്കോട്ട് മാറ്റാക്കില്ല. അപ്പൊ അത് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വയ്ക്കുന്നു. അതായി. ഇനി അത് വടക്കുവശമാണ് നോക്കട്ടെ. വടക്കുവശം കാരണം നമുക്ക് ഈ പ്ലോട്ടിനെ ബിഗസ്റ്റ് റെക്ടാങ്കിൾ എന്നാണ് വലുത്. ആ റെക്ടാങ്കിളിനെ നമുക്ക് വലുതാക്കണമെങ്കിൽ ഈ കിഴക്കുവശം താഴോട്ടാക്കിയാൽ റെക്ടാങ്കിൾ ചെറുതാവുകയുള്ളൂ. തെക്കുവശം കിഴക്കുവശം കിഴക്കോട്ടോ, തെക്കുവശം തെക്കോട്ടോ, പടിഞ്ഞാറ് വശം പടിഞ്ഞാറോട്ടോ, അല്ലെങ്കിൽ വടക്കുവശം വടക്കോട്ടോ മാറ്റിയാൽ മാത്രമേ റെക്ടാങ്കിൾ വലുതാവുള്ളൂ. അപ്പൊ നമ്മൾ കിഴക്കുവശം മാറ്റി നോക്കി പ്ലോട്ടിന് വെളിയിൽ പോകുന്നു. തെക്കുവശം മാറ്റി നോക്കി അത് നമ്മുടെ പ്ലോട്ടിന് വെളിയിൽ പോകും. ഈവൻ 1 സെന്റിമീറ്റർ മാറ്റിയാൽ പോലും പ്ലോട്ടിന് വെളിയിൽ പോകും. പടിഞ്ഞാറ് വശം മാറ്റിയാലും പടിഞ്ഞാറോട്ട് വെളിയിൽ പോകും. ഇനി വടക്കുവശം മാറ്റി നോക്കാം. വടക്കുവശം വടക്കോട്ട് മാറ്റുന്നത് അതായത് അത് നോക്കുക. മുകൾ വശം നോക്കുക, വെളിയിൽ പോയി, റോഡിലോട്ട് കയറിപ്പോയി, അത് നോക്കൂല. അപ്പൊ അങ്ങനെ അപ്പൊ വീട്ടിൽ തിരിച്ച് അത് തന്നെ വയ്ക്കുക. അപ്പൊ ഇപ്പൊ ഈ ബിഗസ്റ്റ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ 4 വശവും മാക്സിമം നമ്മൾ എടുത്തിരിക്കുക. അതായത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തിന് പാരലായിട്ടാണ് എടുത്തേക്കുന്നത്. ഇവിടെ അത് സാധിക്കും, എല്ലായിടത്തും സാധിച്ചെന്ന് വരില്ല. ഇവിടെ നമുക്ക് കാരണം പിന്നെ കിഴക്ക് വശം കറക്റ്റ് പാരലായതുകൊണ്ട് അതിന് ആ കിഴക്കിന് പാരലായിട്ടാണ് പടിഞ്ഞാറ് വന്നേക്കുന്നത്. 90 ഡിഗ്രീസിലാണ് മറ്റേ 2 സൈഡ്. അപ്പൊ അത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഡ്രോയിങ്ങിന്റെ കുറച്ച് കാര്യം അറിയാമെങ്കിൽ ഇത് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ബിഗസ്റ്റ് റെക്ടാങ്കിൾ ഇതാണ്. ആ ബിഗസ്റ്റ് റെക്ടാങ്കിൾ വെച്ചിട്ട് ഇപ്പൊ ഇത് ചിലപ്പോൾ മാറ്റുമ്പോൾ അടുത്ത പേജ് ആവും. അപ്പൊ ഇത് വരച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും. ബിഗസ്റ്റ് റെക്ടാങ്കിൾ എഴുതിയിട്ട് മുകളിൽ നോക്കുക. ബിഗസ്റ്റ് റെക്ടാങ്കിൾ 1497 into 1312 ഇവിടെ എഴുതിയിട്ടുണ്ട്. ബിഗസ്റ്റ് റെക്ടാങ്കിൾ 1497 into 1300, അതായത് 1497 സെന്റിമീറ്റർ നീളവും 1312 സെന്റിമീറ്റർ വീതിയുമാണ്. ബിഗസ്റ്റ് റെക്ടാങ്കിൾ കണ്ടാൽ പോലെ അതിന്റെ മെഷർമെന്റ് എടുക്കണം. അത് നമുക്ക് പ്ലാനിൽ നിന്ന് എടുക്കാം. അത് സൈറ്റിൽ പോകേണ്ട, പ്ലാനിലാണ്. പ്ലാനിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഏത് സ്കെയിൽ വെച്ചാണോ വരച്ച് ആ സ്കെയിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ അങ്ങനെ ബിഗസ്റ്റ് റെക്ടാങ്കിൾ ഈസ്റ്റ് വെസ്റ്റ് 1497 സെന്റിമീറ്ററും നോർത്ത് സൗത്ത് 1300. ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് നോക്കുക. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അത് 1497 ആണ്. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കിട്ടുന്നതാണ്. അത് 1312 ആണ്. അതാണ് 1497 ഈസ്റ്റ് വെസ്റ്റ്, 1312 നോർത്ത്. ഇതും കൂടെ നോട്ട് ചെയ്തോളാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഈസ്റ്റ് വെസ്റ്റിലാണോ അതുള്ളത് നോർത്ത് സൗത്തിലാണോ സംശയം വരും. അപ്പൊ ഈ പ്ലോട്ട് ഇനി ഇവിടെ വീട് വയ്ക്കുമ്പം ഏത് ദിശയിലേക്ക് വീട് വരാം, എങ്ങോട്ട്? ഇതിപ്പോ നോക്കുക, ഒന്നുകിൽ നോർത്ത് ഫേസിംഗ് ആയിട്ട് വരാം. നോക്കുക, ആ വളഞ്ഞിരിക്കുന്ന റോഡിന്റെ അങ്ങോട്ട് ഫേസ് ചെയ്ത് വീട് വെക്കാം, അല്ലെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്ത് വീട് വെക്കാം. അതാണ് നോർത്ത് ഓർ ഈസ്റ്റ് ഫേസിംഗ്. 2 വിധത്തിൽ വീട് വെക്കാം ഇവിടെ. ഒന്നുകിൽ കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ട് വീട് വെക്കാം, ഒന്നുകിൽ വടക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ട് വെക്കാം, അല്ലെങ്കിൽ കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ട് വെക്കാം. പക്ഷെ ഇതിൽ തന്നെ ബെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ വടക്കിനെ ഫേസ് ചെയ്ത് വെക്കുന്നതാണ്. കാരണം വടക്കിനെ ഫേസ് ചെയ്ത് വെക്കുമ്പം അതിന്റെ വീടിന്റെ ഫ്രണ്ട് വടക്ക് വരും, വീടിന്റെ ബാക്ക് തെക്ക് വരും. നിങ്ങൾ പടത്തിൽ നോക്കിക്കോളാം, എന്നാലേ പറയുന്നത് മനസ്സിലാവുള്ളൂ. അതായത് ഇതിന്റെ വടക്ക് വശത്തെ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്, വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടിന് വാസ്യാസത്തിൽ തെക്കിനി എന്ന് പറയും. അപ്പൊ തെക്കിനി ആയിട്ടുള്ള വീടാണ് ഇവിടെ വയ്ക്കാൻ പറ്റുന്നത്. തെക്കിനി വീടാണ് ഇവിടെ വയ്ക്കാൻ പറ്റുന്നത്. തെക്കിനി വീട് വടക്കോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വടക്ക് വശത്തെ ഈ ലൈൻ, അതായത് നമ്മൾ ഇവിടെ കാണുന്ന എൻ്റെ കഴ്സർ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലൈൻ, അതായത് ഈ റെക്ടാങ്കിളിന്റെ വടക്ക് വശത്തെ ഈ ലൈൻ, ഇത് ഫ്രണ്ടായിട്ട്, ഇത് വീടിന്റെ ഫ്രണ്ട് അല്ല, വാസ്തുമണ്ഡലത്തിന്റെ ഫ്രണ്ട്. കാരണം നമ്മൾ വീടിനോടൊന്നും ആയിട്ടില്ല, ഇതെല്ലാം ഒരിടത്തിന്റെ സ്ഥലത്ത് കിടന്ന് കളിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ സൈഡ് നമുക്ക് പിന്നെ പാരലൽ ടു ഈസ്റ്റ് വെസ്റ്റ് ആണ്. ഈസ്റ്റ് വെസ്റ്റിന്റെ പാരലായിട്ട് ഈ ഒരു സൈഡ് വരും. അപ്പൊ അങ്ങനെ ഒരു റെക്ടാങ്കിൾ നമുക്ക് ഇടും. അതാണ് ബിഗസ്റ്റ് റെക്ടാങ്കിൾ. ഏത് സൈഡ് വെളിയിലോട്ട് എടുത്താലും നമ്മൾ നേരത്തെ കണ്ടു ഈ പ്ലോട്ടിന് വെളിയിൽ പോകും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഈ റെക്ടാങ്കിളിന്റെ അളവ് കണ്ടുപിടിച്ച് അത് മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്തിട്ട് അത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഈസ്റ്റ് ഫേസ്, ഇതിൽ നോർത്ത് ആണോ ഈസ്റ്റ് ആണോ നല്ലതെന്ന് നോക്കുന്നത്. നോർത്ത് ആണെങ്കിൽ നമുക്ക് അത് എപ്പോഴും ചെയ്യുമ്പോഴും വീടിന്റെ മുൻവശവും പുറവശവും നീളം കൂടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സൈഡിനേക്കാൾ. ഇപ്പൊ ഇവിടെ നോർത്ത് ഫേസിംഗ് ആണെങ്കിൽ വീടിന്റെ മുൻവശം ഈ നോർത്താണ്. ഇപ്പൊ എന്റെ കേസർ ഈ പോകുന്ന സ്ഥലമാണ് വീടിന്റെ മുൻവശം. അതുപോലെ വീടിന്റെ പുറവശം ഈ സൗത്ത് വരും. അപ്പൊ അത് രണ്ടും ഇവിടെ അതാണ് കൂടിയിരിക്കുന്നത്.
ഇത് 1497 ഇത് 1312 ഉള്ളൂ. ഈ റെക്ടാങ്കിളിന്റെ കിഴക്കുവശത്തുള്ള വീതി 1312 പടിഞ്ഞാറ് വശത്തും 1312 വടക്കുവശത്തും തെക്കുവശത്തും 1497. അപ്പൊ അതാണ് കൂടുതൽ. അപ്പൊ എപ്പോഴും കൂടിയ സ്ഥലത്തോട്ട് ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് പറ്റിയില്ലെങ്കിലേ മറ്റേ നോക്കാവൂ. അപ്പൊ ഇവിടെ 1497 നമുക്ക് നോർത്ത് ഫേസിംഗ് ആയിട്ട് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത് ഇത് ഇത്രയും മനസ്സിലാക്കിയിട്ട് വേണം ഈ റെക്ടാങ്കിളിനകത്ത് വീട് വയ്ക്കുകയാണെങ്കിൽ ഏത് സൈസിലുള്ള വീട് വയ്ക്കാം. വാസ്തു നിബന്ധനകൾ അനുസരിച്ച് ഈ റെക്ടാങ്കിളാണ് നമ്മുടെ വാസ്തു മണ്ഡലം. വാസ്തു മണ്ഡലത്തിൽ ഇനി ചെറിയ വ്യത്യാസം വരും. അതിലേക്ക് വരാൻ നമുക്ക്. കാരണം നമ്മൾ എല്ലാം കൂടി ഇന്നിപ്പം പറഞ്ഞാൽ നോക്കില്ല. ഇന്നിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് വെച്ചോളി, ഇത് ഇത്രയും വയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്നവർ, കാരണം എൻ്റെ ക്ലാസ്സിൽ പിന്നെ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എൻ്റെ ക്ലാസ് തന്നെ ഇത് ബേസിക് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിപ്പോൾ ഈ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും. മറ്റുള്ളവർ നോക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഇതിനകത്ത് വയ്ക്കാവുന്ന വീടിന്റെ അളവുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല, പറ്റിയില്ലെന്ന് വരും. പക്ഷെ ജസ്റ്റ് ട്രൈ. നമ്മൾ അടുത്ത ദിവസം അടുത്ത തിയറി ക്ലാസ് നമ്മളത് ചെയ്യും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളത് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം വളരെ ഫ്രം ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഞാൻ അത് പറഞ്ഞുതരാം. ഇന്ന് എങ്ങനെ വീടിന്റെ അളവ് കണ്ടുപിടിക്കും, ആ വീടിന്റെ സ്ഥാനം കണ്ടുപിടിക്കും. ഇതിനകത്ത് ചെയ്യാവുന്ന ബിഗസ്റ്റ് വീടിന്റെ ഏറ്റവും വലിയ, ചിലപ്പോൾ ആളുകൾ പലരും പറയുന്നത് വെച്ചാൽ ഇതാണ് സ്ഥലം, ഈ സ്ഥലത്ത് കൊള്ളാവുന്ന ബിഗസ്റ്റ് ഏറ്റവും വലിയ വീടായിരിക്കാം, അല്ലെങ്കിൽ വാസ്തുപരമായിട്ട് ഏറ്റവും നല്ല അളവിലുള്ള വീട് വയ്ക്കണം എന്നാണ് ഈ പലരും പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. സെക്കൻഡ്, ഈ രണ്ട് പടവും വരച്ചുകൊള്ളുക. ഇതും സ്കെയിലല്ല. ഇപ്പൊ നമ്മൾ 9:30 ആവുന്നു. നിങ്ങൾ പലരും ഇതൊരു ചിലർക്കെങ്കിലും ഇത് ഈ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ പുതിയ അറിവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അതെല്ലാം തലയിൽ നിന്നൊന്നും വരില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഈ നേരത്തെ ഉള്ള കംപ്ലീറ്റ് സൈറ്റിൽ പോയി നമ്മൾ വരച്ചെടുക്കുന്നതാണ് നേരത്തെ കാണിച്ചത്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടിയുള്ള ബിഗസ്റ്റ് റെക്ടാങ്കിൾ ആണ് ഫസ്റ്റ്. ഇതാണ് ബിഗസ്റ്റ് റെക്ടാങ്കിൾ വരയ്ക്കുക. അതാണ് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ വീട്ടിൽ പോയി ഒന്നുകൂടെ നോക്കുക. ഇതല്ലാതെ ഇതിനകത്ത് വേറെ ബിഗസ്റ്റ് റെക്ടാങ്കിൾ ചെയ്യാൻ പറ്റുമോ, വേറെ മെത്തേഡിലും ചെയ്യാൻ പറ്റുമോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് നിങ്ങൾ തന്നെ ആദ്യം നോക്കുക. കാരണം ഇത് ഏറ്റവും നല്ലത് നമ്മൾ സെൽഫായിട്ട് ഇവിടെ നോക്കുക. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ നമ്മൾ അടുത്ത ക്ലാസ് വരെ നിങ്ങൾ ഇത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഫ്രഷ് ആയിട്ട് വരുന്നവരെ പുല്ലിക്കും. ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം നിങ്ങൾ നോക്കി ഇനി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും നോക്കുക. ചെയ്യാൻ പറ്റിയെന്ന് വരും, ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അങ്ങനെ നിങ്ങളൊരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് എളുപ്പം സാധിക്കും. കാരണം സെൽഫ് സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാസ്സിൽ വന്ന് അല്ലെങ്കിൽ ഈ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയല്ല. ഇത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ വീട് വയ്ക്കാൻ പറ്റും, ആ വീടിന്റെ സൈസ് എങ്ങനെ ആയിരിക്കണം, മാക്സിമം സൈസ് എന്തുവരെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പ്ലോട്ടിൽ വയ്ക്കാവുന്ന വാസ്തു നിബന്ധനകൾ അനുസരിച്ച് വയ്ക്കാവുന്ന ഏറ്റവും വലിയ വീടിന്റെ ഏരിയ എത്ര വരും, എത്ര ഏരിയ വരെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ നോക്കണം. അവർക്ക് ചിലപ്പോൾ അത് പോരാന്ന് വരും, അല്ലെങ്കിൽ അത് കൂടുതലാണെന്ന് വരും. അത് കൂടുതലാണെങ്കിൽ അത് തന്നെ കൂടുതലാണെങ്കിൽ നമുക്ക് അത് ചെറുതാക്കാം, അത് ഈസിയാണ്. വലുതാക്കാൻ നോക്കില്ല, കാരണം പ്ലോട്ട് ലിമിറ്റഡ് ആണ്. പ്ലോട്ടിന്റെ സൈസ് നമുക്ക് വലുതാക്കാൻ നോക്കില്ല, കാരണം റോഡിലോട്ട് കയറി വീട് വയ്ക്കാൻ നോക്കില്ല. അതുപോലെ തന്നെ റെക്ടാങ്കുലർ സൈസ് ആകുമ്പോൾ ഏറ്റവും വലിയ റെക്ടാങ്കിളാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത്. അപ്പൊ വാസ്തു നിബന്ധനകൾ അനുസരിച്ചാണ് ഈ റെക്ടാങ്കിൾ കണ്ടുപിടിച്ചിട്ട് അത് വാസ്തുമണ്ഡലമായിട്ട് എടുത്തിട്ട് അതിലും വാസ്തുമണ്ഡലത്തിന് ഇനി ചെറിയൊരു കാര്യം ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് വേണമെങ്കിൽ അതുകൂടെ അല്ല വേണ്ട, എല്ലാം കൂടെ ഒന്നും പറയുന്നില്ല. കാരണം നിങ്ങൾക്കും ആദ്യം മനസ്സിലാക്കാൻ കുറച്ച് ഇത് വരും. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ വാസ്തു ആചാര്യ കോഴ്സ് ചേരുന്നവർക്ക് ഒട്ടും ബേസിക് ആയിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ അല്പം പ്രയാസം വരും. പക്ഷെ എന്നാലും ഞാൻ കഴിയുന്നതും ഫ്രം ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഞാൻ ഓരോ ക്ലാസ്സും പറയാൻ നോക്കാം. ഇന്നിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സൊക്കെ വരുമ്പോൾ ഒരു ഫോർമുലയൊക്കെ വരും. ആ ഫോർമുല നമുക്ക് ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുകയാണെങ്കിൽ ആ ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിക്കണം. ആ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഫോർമുലയിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണെന്നുള്ള ഡിപ്ലോമ കോഴ്സിൽ പഠിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലോ അല്ലെങ്കിൽ വാസ്തു ആചാര്യ കോഴ്സിലോ ആ ഫോർമുല ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻ ഉണ്ട്. എങ്ങനെയാണ് ആ ഫോർമുല കിട്ടിയെന്നുള്ള എടുക്കില്ല. കാരണം അത് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ വീണ്ടും എടുത്തിട്ട് വരും.
പക്ഷെ അത് നിങ്ങളുടെ ഡിപ്ലോമ കോഴ്സ് കൂടെ അതിൻ്റെ കൂടെ ആ കോഴ്സ് അത് പഠിക്കും. ഇതിൻ്റെ ഒരു മെയിൻ ആ ഫോമിലെ ഒരുപാട് കാര്യങ്ങൾക്ക് വാസ്തുവിൽ ഉപയോഗിക്കാൻ പറ്റും. വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫോമില ഉപയോഗിക്കാൻ പറ്റും. അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ കോഴ്സിൽ ആ ഫോമുല കാണിച്ചു തരും. എങ്ങനെയാണ് ആ ഫോമുല അപ്ലൈ ചെയ്യുന്നത് അത് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മുടെ സംശയങ്ങളാണ്. ഇന്നെടുത്തതോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോഴ്സിൻ്റെത് ഏതാണ്ടൊരു എനിക്ക് തോന്നുന്ന ലാലുണ്ടോ ഒരു 1.5 years ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സംശയമൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. എല്ലാവരും എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാൻ നോക്കുക. ഈ വാസ്തു ആചാര്യ കോഴ്സിൽ പഠിക്കണം താല്പര്യമുള്ളവരെ കഴിയുന്നത് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുക. അപ്പൊ ഇനി അടുത്ത ക്ലാസ് മുതൽ ആ ഗ്രൂപ്പ് വാസ്തു ആചാര്യ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിലുള്ളവർക്ക് അല്ലേ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വേറെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഓഫ് ചെയ്യാണ്.